പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന രേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യണം. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. 40 വർഷം അടിയൻ അങ്ങയുടെ തിരുസന്നിധിയിൽ അർപ്പിച്ച കൃപാന്റെ യുഗതിയാൽ കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ വർഷാവർഷം ഞങ്ങൾ നടത്തിയ ലക്ഷോപലക്ഷം മനുഷ്യർ പങ്കിട്ട് പ്രാർത്ഥിച്ച ജപമാല ശക്തിയുടെ അടിസ്ഥാനത്തിൽ അങ്ങയുടെ മക്കളുടെ കണ്ണുനീര് ഏറ്റെടുക്കണമേ. ഇന്നത്തെ ദിവസത്തിന് മുഴുവൻ വേദനകളെ, മുഴുവൻ ഭാരങ്ങളെ ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളെ അങ്ങ് സുഖപ്പെടുത്തണ കർത്താവേ. സുഖം പ്രാപിക്കാൻ നീ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ച കർത്താവേ, അങ്ങയ്ക്ക് മനസ്സുണ്ട് എന്നെ സുഖമാക്കാൻ കഴിയുമെന്ന് പറഞ്ഞ കുഷ്ഠരോഗിയുടെ കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എനിക്ക് മനസ്സുണ്ട്, നീ സൗഖ്യമുള്ളവനാവുകയെന്ന് നീ കുഷ്ഠരോഗിയോട് പറഞ്ഞു. വെള്ളമിളകുമ്പോൾ എന്നെ വെള്ളത്തിലേക്ക് എനിക്ക് ആരുമില്ലെന്ന് ബെത്സയിദയിലെ രോഗി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ നിനക്കുണ്ടെന്ന് നീ മറുപടി പറഞ്ഞു. ഞങ്ങളുടെ രോഗങ്ങളാണ് അവൻ ഏറ്റെടുത്തത്. പാപങ്ങൾക്ക് വേണ്ടി അവൻ പരിഹാരം ചെയ്തു എന്നല്ല ചെയ്ത കർത്താവേ, നിന്റെ പേരാണ് ഞങ്ങളുടെ രക്ഷകൻ എന്നുള്ളത്. നിന്റെ രക്ഷയുടെ വലതുകരം ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബങ്ങളെ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ രക്ഷയുടെ ആണിപ്രതാർന്ന അത്ഭുതകരം
രോഗങ്ങൾ നമ്മൾ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ മക്കൾ ഇന്ന് യാത്ര ചെയ്യുന്ന ഓരോ സ്ഥലങ്ങളും, അങ്ങയുടെ മക്കൾ ഇന്ന് ഒപ്പിടുന്ന ഓരോ രേഖകളും, അങ്ങയുടെ മക്കൾ ഇന്ന് കൈമാറുന്ന രേഖകൾ എല്ലാം നീ ആശീർവദിക്കണേ കർത്താവേ. ഓരോരോ വിഷയങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മക്കൾ വേദനിക്കുന്ന വേദനകൾ, വ്യക്തികളുടെ ഭീഷണികൾ, ഓരോരോ കാര്യങ്ങൾ, ടൈം ബൗണ്ടായിട്ട് നടക്കേണ്ട കാര്യങ്ങൾ, രോഗബാധിതരെ, ടെസ്റ്റിന് ഓരോ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നവരെ, ബയോപ്സി കൊടുത്തിരിക്കുന്നവരെ, പ്രഗ്നൻ്റ് ആയിട്ടുള്ള ചേച്ചിമാരെ, ആശുപത്രിയിൽ പോകുന്നവരെ, മക്കൾ ആശുപത്രിയിൽ പോകുന്നവരെ, അവർക്കെല്ലാം ശുഭോദർക്കമായ മറുപടികളും റിസൾട്ടും കിട്ടാൻ, രോഗങ്ങളൊന്നുമില്ല, കുഞ്ഞും അമ്മയും സുഖമാണെന്ന് കേൾക്കാൻ കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ ദിവസം അങ്ങയുടെ നാമത്തിൽ കൊതിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ പ്രസാദിക്കട്ടെ, ദൈവത്തിൻ്റെ കരുണ പ്രസരിക്കട്ടെ. ഉച്ചമുതൽ ഉള്ളംകാലം വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ. എല്ലാ കൊശങ്ങളിലും പേസുകളിലും കർത്താവിൻ്റെ രക്തം പടരട്ടെ. ഇന്ന് കയറുന്ന ഓഫീസുകൾ, ഇന്ന് കയറുന്ന എഴുതുന്ന പരീക്ഷകൾ, ഇന്ന് വരുന്ന റിസൾട്ടുകൾ, ഇന്ന് വരുന്ന ഇമെയിലുകൾ, ഇന്ന് വരുന്ന മറുപടികളെല്ലാം കർത്താവ് നിനക്ക് തരുന്ന അനുഗ്രഹമായി മാറട്ടെ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിലെ നീ സഞ്ചരിക്കുന്ന വഴികൾ, നീ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ, നീ സംസാരിക്കുന്ന വ്യക്തികൾ, നിനക്ക് കിട്ടുന്ന ഉത്തരങ്ങൾ, നീ പ്രതീക്ഷിക്കുന്ന എല്ലാ നന്മകളും നിന്റെ ദൈവം നിനക്ക് പ്രദാനം ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവും സർവ്വസ്വരും നീക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു അത്ഭുതം നടന്നേ. മിറക്കിൾ എന്നതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഒരു വഴിനടത്തിൽ. അതായത് ഒരു മോള്, ഇതിപ്പോൾ എല്ലാ ദിവസവും ആൾക്കാരെ കാണുന്നുണ്ടല്ലോ, വ്യാഴാഴ്ചയും കാണത്തില്ല, ഞായറാഴ്ചയും കാണത്തില്ല, ബാക്കി എല്ലാ ദിവസവും കാണുന്നുണ്ട്. നിങ്ങൾ നേരത്തെ അച്ഛൻ ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. എനിക്ക് ചില സമയത്തേക്ക് എമർജൻസി ആയിട്ടൊക്കെ ചില സമയത്ത് ഞാൻ ആബ്സെൻ്റ് ആയി പോകും. എന്തെങ്കിലും ഭയങ്കര കൊടിയ ഉത്തരവാദിത്തം വരുമ്പോഴും അങ്ങനെ വരണത് കേട്ടോ, അല്ല ആവശ്യം ബോധപൂർവ്വം സ്കൾക്ക് ചെയ്യത്തില്ല. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, ഞാനൊരു ചിലരൊക്കെ നമുക്കിതിൽ വീഡിയോ ഇടുന്നുണ്ട്. ഞാൻ ആൾക്കാരുടെ സങ്കടങ്ങൾ മാതാവിൻ്റെ അടുത്ത് കൊണ്ടു വെച്ച് വിശ്വപ്രമാണം ചൊല്ലി, പിന്നെ അത് എൻ്റെ പ്രത്യേക പ്രാർത്ഥന ചൊല്ലിയൊക്കെ പ്രാർത്ഥിക്കാതില്ലേ. അപ്പോൾ ചില നിരീശ്വരന്മാരോ അല്ലെങ്കിൽ യുക്തിവാദികളോ അല്ലെങ്കിൽ വേറെ ഈ ക്രിസ്തീയ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരൊക്കെ ഇത് കാണുമ്പോൾ വേറെ അവർക്ക് അവർ പറയുന്നത് തട്ടിപ്പാണ് പറ്റിപ്പാണെന്നൊക്കെ പറഞ്ഞ ഒരു വീഡിയോ ഇടും. ഞാനതൊന്നും ശ്രദ്ധിക്കത്തില്ല. കാരണം വെച്ചാൽ ഞാൻ എൻ്റെ ബോധ്യങ്ങളിൽ എല്ലാം എൻ്റെ ആയിരക്കണക്കിന് നാളുകളിലെ അനുഭവങ്ങൾ കൊണ്ടല്ലേ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യണം. അപ്പം ഞാനൊന്നും ശ്രദ്ധിക്കത്തില്ല. കാര്യം എനിക്ക് ജനങ്ങളുടെ കണ്ണുനീര് ഈ ഉടമ്പടിയൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പും ഞാൻ ജനങ്ങളുടെ കൂടെ തന്നെയായിരുന്നു. അവിടെ കണ്ണുനീരും അവിടെ വിഷയങ്ങൾ കേൾക്കുകയും എൻ്റെ മനസ്സ് എപ്പോഴും അതിന് സമാധാനം ഉണ്ടാകണം, മനുഷ്യർക്ക് ആശ്വാസം ഉണ്ടാകണം. അത് ദൈവത്തിന് തന്നെ വേണമെന്നാണ് എൻ്റെ നിർബന്ധം. അല്ലാതെ വേറെ ഒരു ആശ്വാസം അവർ പ്രാപിക്കണമെങ്കിൽ ദൈവത്തിന് തന്നെ വേണം. ദൈവത്തിൽ ഇതിനെല്ലാം ആശ്വാസം ഉണ്ട് എന്നുള്ള ബോധ്യം എനിക്ക് പണ്ടുമൂലം കിട്ടിയിട്ടുള്ളതാണത്. അതുകൊണ്ട് അപ്പം ഞാൻ ഈ വിഷയത്തിൽ കർത്താൻ ഇടപെടാൻ കഴിയും. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും എനിക്ക് യാതൊരുവിധ ആരും എന്നെ തടുക്കത്തില്ല. അത്രയും ആന്തരിക ബോധ്യത്തിലാണ് വിഷയം ചെയ്യുന്നത്. ഈ ദിവസങ്ങളിൽ സംഭവം ഉണ്ടായില്ല. ഒരു മോള്, അവളുടെ പിരിഞ്ഞുപോയ ഭർത്താവ്, അയാൾ വേറെ കല്യാണം കഴിച്ചു. ഇപ്പം ഭയങ്കര സങ്കടവും വേദനയുമാണ്. അത് കേസായി. ആ കേസ് അവൾക്ക് ജയിക്കണം. അതിന് അവൾ എൻ്റെ അടുത്ത് ഈ ഭർത്താവിൻ്റെ ഫോട്ടോയാണ് തരണത്. അപ്പം അത് ആ കുഞ്ഞിൻ്റെ സങ്കടം കണ്ട നമ്മുടെ ചങ്കലച്ച് പോകും. ഞാനിത് മാതാവിൻ്റെ അടുത്ത് കൊണ്ട് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ എനിക്കൊന്ന് നോട്ട്, ഈ കുഞ്ഞ് തോക്കുമെന്നാണ്, കേസ് തോക്കുമെന്നാണ്. അപ്പം അതിനൊക്കെ കൂടുതൽ പ്രശ്നമായി. ഞാൻ മകളോട് പറഞ്ഞു, മകളെ ഈ കേസ് നീ തോക്കുമെന്നാണല്ലോ മനസ്സിലാക്കണത് കാര്യം. എന്നിട്ട് അമ്മ എൻ്റെ മനസ്സിൽ തോന്നിച്ച കാര്യം ഞാൻ അവളോട് ചോദിച്ചു. പറഞ്ഞേ, നീ വേറെ ചെറുക്കനായിട്ട് നിൽക്കുന്ന ഫോട്ടോ കോടതി പ്രസൻറ്റ് ചെയ്യുമെന്നാണ് കേൾക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് എനിക്ക് കിട്ടിയ നോട്ട്, അമ്മയുടെ അടുത്ത് ചെന്നപ്പോൾ കിട്ടിയ നോട്ട് പ്രാർത്ഥിക്കണം. അപ്പോൾ ഞാനങ്ങനെ അവളോട് ചോദിക്കണത് ഭയങ്കര സങ്കോചത്തിലാണെങ്കിലും എനിക്ക് ചോദിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ കുഞ്ഞ് എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ, അച്ഛാ ഇയാൾ പോയല്ല, അവർ വേറെ കല്യാണം കഴിച്ച് താമസിക്കുകയാണ്. അപ്പം ഞാനും അതുകൊണ്ട് എനിക്കും കല്യാണം കഴിക്കണമല്ല. വീട്ടുകാരപ്പോൾ ഒരു ആലോചന കൊണ്ടുവന്ന്
ഞാൻ അങ്ങനെ ആ കല്യാണം സമ്മതിച്ചതാണ്. അപ്പം ഞങ്ങൾ സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ എടുത്തതാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഈ ഫോട്ടോ നിന്നെ ചതിക്കും എന്ന് വെച്ചാൽ അപ്പോഴുടനെ അവൾ പറഞ്ഞ്, അത് അച്ഛൻ പറഞ്ഞു ശരിയാ, കാര്യം പിരിഞ്ഞു പോയ ഭർത്താവ് തന്നെയാണ് ഈ പുതിയ കല്യാണക്കാരി ആലോചിച്ച് ഒരു ചെറുക്കനെ കൊണ്ടുവന്നത് എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായെന്ന്. ആ കല്യാണം നടന്നില്ല, പക്ഷെ ആ ഫോട്ടോ ഇവിടെ കല്യാണം കഴിച്ചു എന്നും പറഞ്ഞ് കോടതിയിലോട്ട് കൊടുക്കാനുള്ള ഉദ്ദേശമാണ്. അതിൻ്റെ അടുത്ത കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ രേഖകളൊന്നും ഇല്ലല്ലോ, രജിസ്ട്രേഷൻ നടന്നിട്ടില്ല, രേഖകളൊന്നുമില്ല. പക്ഷെ എങ്കിലും ഒരു സംശയം ഉന്നയിക്കാൻ, ഇവളുടെ മേൽ ഒരു ആരോപണം ഉന്നയിക്കാൻ അത് ആ ഫോട്ടോ മതിയാവും. പക്ഷെ ഞാൻ അപ്പം ഞാൻ പറഞ്ഞു, നീ ഉള്ള കാര്യം ജഡ്ജിനോട് പറയണം, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പറ്റുന്നൊരു സാഹചര്യം ഉണ്ടാക്കാൻ പറ്റും തീർച്ചയായിട്ടും. ഞാൻ കോടതിയിൽ 2-3 കേസിനൊക്കെ പോകുമ്പോൾ ഒരു വക്കീലിലെ ആൾക്കാർ ജഡ്ജിനോട് സംസാരിക്കണം. കഴിഞ്ഞ ആഴ്ചയിൽ എനിക്കൊരു കേസുണ്ടായി. കടൽ കയറിയപ്പോൾ ഗവൺമെൻറ് ശ്രദ്ധിക്കാൻ വന്നപ്പോൾ ഞാൻ ജനങ്ങളോട് സമരത്തിന് പോയ കേസാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണം എപ്പോഴും. അപ്പോൾ അതിൻ്റെ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് വക്കീലുണ്ട്, പക്ഷേ ഒരു അപ്പച്ചൻ വന്നിട്ട് പ്രായമുള്ള ആളാണ്, എനിക്ക് വക്കീലൊന്നും ഇല്ല സാറേ, എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞിട്ട് നേരിട്ട് സംസാരിക്കും, ജഡ്ജുമായിട്ട് മജിസ്ട്രേറ്റുമായിട്ട് നേരിട്ട് സംസാരിക്കും. അപ്പോൾ അതൊക്കെ നടക്കും. അപ്പോൾ കോടതിയിൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞു നിങ്ങളുടെ കാര്യം പറയണം, അപ്പോൾ അവർക്കത് മനസ്സിലായിക്കൊള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ എന്നാൽ ഞാൻ ചിന്തിച്ചതേ, ഈ നമ്മൾ ദൈവം സ്നേഹമാണെന്നൊക്കെ പറയുമ്പോഴേ, ദൈവം എന്തുമാത്രമാണ് മനുഷ്യനെ കരുതണമെന്ന് ഞാനങ്ങനെ ചിന്തിച്ചു. ഞാൻ ഞെട്ടിപ്പോയി. കാര്യം ആ കേസ് തോക്കരുത് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. കാര്യം അവൾ ചതിക്കപ്പെട്ടതാണ്. അപ്പോൾ തോക്കാനുള്ള മാർഗങ്ങൾ അവൾ തന്നെ അറിയാതെ ഉണ്ടാക്കി വെച്ചിട്ട്, കാരണം അമ്മ ആ വിഷയം പറയണതാണ്, ഇങ്ങനെ പോയി അത് തോക്കാൻ സാധ്യതയുണ്ടെന്ന് പറയണ. അപ്പം നമ്മൾ ഓർക്കും ദൈവം ഇങ്ങനെ വലിയ ഈ നിലം തൊടാത്ത വലിയ കാര്യമാണ് പറയണത്. അല്ല, നമ്മളെ ഭൂമി ചവിട്ടി നിൽക്കുന്ന ഒരു ജീവിതമാണ് നമുക്കുള്ളത്. അപ്പം നമ്മളോട് ഇൻട്രാക്ട് ചെയ്യുന്ന ദൈവവും നമ്മുടെ ഭൂമി ചവിട്ടി നിന്നുകൊണ്ടാണ് നമ്മുടെ വിഷയങ്ങൾ ഇടപെടുന്നതെന്ന് ഓർക്കണം. അപ്പം എൻ്റെ മക്കൾ എന്നത് എപ്പോഴും അവിടെ അതാണ് കുഴഞ്ഞ ചേറ്റിൽ നിന്ന്. 40-ാം സങ്കീർത്തനം 40:2 ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കരകയറ്റി എന്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു കാൽവയ്പുകൾ സുരക്ഷിതമാക്കി. അപ്പൊ ദൈവത്തിന്റെ പണിയാണ് എന്താണ്? ഇപ്പൊ നമ്മളെ ഭൂമിയിൽ ചവിട്ടി നിൽക്കുന്ന ഒരു ജീവിതം നമുക്കുള്ളത്. നമ്മളെ രക്ഷിക്കാനും അനുദിനം കണ്ണുനീർ ഒപ്പാനും നമ്മുടെ ദൈവവും നമ്മുടെ ഭൂമിയിൽ ചവിട്ടി നിൽക്കുകയാണ്. ആ ദൈവത്തിൽ ആശ്രയിക്കുന്നത് കൊണ്ടാണ് അവിടുന്ന് നമ്മുടെ ജീവിതത്തെ പാറയിൽ ഉറപ്പിച്ചു. എന്നുവെച്ചാൽ ആ ദൈവവചനം അനുസരിച്ച് ജീവിക്കണത് പാറയിൽ കാലുറച്ച് ചവിട്ടുന്നത് തുല്യമാണ് ശരിക്കും പറഞ്ഞത്. ഒന്നുമില്ലെങ്കിൽ ഇപ്പം കഴിഞ്ഞ കാലങ്ങളിൽ അങ്ങനെയായി. പക്ഷേ ഈ കാലങ്ങളിൽ നീ ദൈവത്തിലേക്ക് തിരിച്ച് വന്നെങ്കിലും കർത്താവ് നീ നശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവത്തിൻ്റെ ഒരാളെ അതാണ് എൻ്റെ നിർമ്മലൻ അഴിഞ്ഞു പോകാൻ അനുവദിക്കത്തില്ലെന്നൊരു വചനമില്ലേ? സങ്കീർത്തനം 16:10 അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല അങ്ങയുടെ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയില്ല. അതാണ് ദൈവം. നമ്മൾ ദൈവത്തിൻ്റെ ആളായി കഴിഞ്ഞാൽ നമ്മൾ അഴിഞ്ഞു പോകാനാ തകരാനാ ദൈവം അനുവദിക്കത്തില്ല. 1 മണിക്കൂർ നേരത്തെ ദൈവത്തിൻ്റെ ആളാകാൻ നോക്കുക. ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ എന്നെ യോഗ്യയാക്കിയതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ അമ്മയോട് ചോദിച്ച് വാങ്ങിയ ഒരു അവസരമായിരുന്നു. എൻ്റെ നിയോഗങ്ങളെക്കാട്ടിലും എനിക്കിവിടെ വന്നൊരു സാക്ഷ്യം പറയാൻ ഒരു അനുഗ്രഹം തരണമെന്ന് ഞാനിവിടെ വരുമ്പോഴൊക്കെ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ പേര് സോഫി. ഞാൻ വരുന്നത് പുനലൂർ കൊല്ലത്ത് നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2024 നവംബർ 20-നാണ്. ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, എൻ്റെ അമ്മ ഓൾറെഡി ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത വ്യക്തിയായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് നീ ഉടമ്പടി എടുക്കണം, ഇവിടെ വരണം എന്നൊക്കെ എൻ്റെ അടുത്ത് പറയുമായിരുന്നു. അങ്ങനെ പറയുമ്പോൾ ഞാൻ തിരിച്ച് പ്രാർത്ഥനാ ജീവിതവും ജപമാലയൊക്കെ ചെല്ലുന്ന ആളാണെങ്കിലും ഞാൻ അമ്മയടുത്ത് പറയുമായിരുന്നു, മാതാവ് എല്ലായിടത്തും ഉണ്ടല്ലോ, എന്തിനാ ഇവിടെ തന്നെ വന്ന് ഉടമ്പടി എടുത്ത് നമ്മൾ ഒരുപാട് ഡിമാൻഡൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്നത്, എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും മാതാവ് കേൾക്കുമല്ലോ എന്ന് പറയുമായിരുന്നു.
അങ്ങനെ ഇരിക്കെ എനിക്കൊരു വയറുവേദന വരുമായിരുന്നു. ആ വയറുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര പെയിൻ കില്ലേഴ്സ് എടുത്താലും പെട്ടെന്നൊന്നും മാറാത്ത വയറുവേദനയായിരുന്നു. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് പിത്തസഞ്ചിയിൽ കല്ലുണ്ടെന്നും ഇപ്പോൾ ആൻറ്റിബയോട്ടിക് കഴിച്ച് കുറച്ച് നാൾ കഴിഞ്ഞ് സർജറി ചെയ്യണമെന്നും പറഞ്ഞ് അങ്ങനെ ഇരിക്കുന്നൊരവസ്ഥയായിരുന്നു. ഞാൻ ഒരു നേഴ്സാണ്. അപ്പോൾ ഞാൻ ജർമ്മൻ പഠിച്ച് കഴിഞ്ഞ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന സമയമായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഞാൻ കോയമ്പത്തൂർ എക്സാമിന് പോയി. അവിടെ ചെന്ന് രാത്രി 2 മണിയായ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഈ വയറുവേദന വന്നു. ഈ വയറുവേദന വന്നു കഴിഞ്ഞിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. രാത്രിയാണ്, അറിയാൻ പാടില്ലാത്തൊരു സ്ഥലം, എവിടെ പോകും, എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അപ്പോൾ എൻ്റെ അമ്മ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ പെട്ടെന്ന് തന്നെ ഉടമ്പടി തൈലം എടുത്ത് എൻ്റെ വയറിൽ പൂശിക്കൊണ്ട് പ്രാർത്ഥിച്ചു. ആ സമയത്ത് എൻ്റെ മനസ്സിൽ നിന്ന് ആരോ എൻ്റെ അടുത്ത് പറയുകയാണ്, അത് മാതാവാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, നീ കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ പെട്ടെന്ന് മാതാവിനോട്, കൃപാസന മാതാവേ എൻ്റെ വയറുവേദന മാറ്റി തരണേന്ന് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ച സെക്കൻഡിൽ തന്നെ എത്ര വലിയ പെയിൻ കില്ലേഴ്സ് എടുത്താലും സമയമെടുത്ത് മാറുന്ന ആ വയറുവേദന അപ്പം തന്നെ മാറി. അപ്പോൾ എനിക്കൊരു വിശ്വാസം വന്നു. അത് കഴിഞ്ഞിട്ട് അമ്മ തന്ന കാശ് രൂപവും ഉടമ്പടി ഉപ്പൊക്കെ ആയിട്ടാണ് ഞാൻ എക്സാമിന് പോയത്. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ വന്നു. എന്നിട്ട് ഞാൻ ഇവിടെ വരികയോ ഉടമ്പടി എടുക്കുകയോ ചെയ്തില്ല. എന്നിട്ട് വീണ്ടും ഞാൻ ഹൈദരാബാദ് എക്സാമിന് പോയി. അവിടുന്ന് എക്സാം കഴിഞ്ഞ് കുറച്ചൊക്കെ സ്ട്രഗിൾ ചെയ്തെങ്കിലും അവിടുന്ന് മാതാവിനെ സഹായിച്ച് ഞാൻ എക്സാം എഴുതി നാട്ടിൽ വന്നു. അത് കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാനൊരു ജോലിക്ക് പോയിട്ട് ഞാനും ഹസ്ബൻഡും ജോലി ആയിട്ട് 2 വർഷം അടുപ്പിച്ചാകാറായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി സാമ്പത്തിക ബുദ്ധിമുട്ട് ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ജോലി കിട്ടാൻ എളുപ്പം എനിക്കായതുകൊണ്ട് തന്നെ ഞാനൊരു ജോലിക്ക് ശ്രമിച്ചുകൊണ്ടിരുന്നു. ആ സമയത്ത് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഒരുപാട് തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പം എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് നിന്ന സമയത്ത് വീണ്ടും ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറയുമായിരുന്നു, നമുക്ക് കൃപാസനത്തിൽ പോയാലോ എന്ന്. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് തിരിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിത് നിന്നോട് പറയാനിരിക്കുമായിരുന്നു എന്ന്. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് ആ സമയത്ത് ഞാനൊരു ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ട് ഡിസംബർ 2-ാം തീയതി ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് വന്നത്. പക്ഷേ ഒരു 100% ഉറപ്പായിരുന്നു എനിക്ക് അവിടെ കയറാൻ പറ്റത്തില്ല എന്ന് ആ സമയത്ത്. പക്ഷേ ഡിസംബർ 2-ന് തന്നെ ആ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന അമ്മ മാതാവിനെ അനുഗ്രഹിച്ചു. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. അത് കഴിഞ്ഞിട്ട് എൻ്റെ ആദ്യത്തെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്ലോപ്പായിരുന്നു. കൊണ്ടുപോയ പത്രങ്ങളെല്ലാം അതേപടി വീട്ടിലിരുന്നു. പ്രാർത്ഥനയില്ല, ധ്യാനം കൂടലില്ല, പ്രേക്ഷിത പ്രവർത്തനങ്ങളില്ല, കാരുണ്യ പ്രവർത്തികളില്ല, ഒന്നുമില്ലാണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. പക്ഷേ എന്നാലും ആ അവസ്ഥയിൽ മാതാവ് എന്നെ കരുതുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുക ഒരു ഏപ്രിൽ ഞാൻ ജർമ്മൻ ഓൾറെഡി ഡ്രോപ്പ് ചെയ്തായിരുന്നു. പിന്നീട് എക്സാം എഴുതാനുള്ള ബുദ്ധിമുട്ടൊക്കെ കാരണം. അങ്ങനെ ഇരിക്കുക എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, അവർ ഇൻ്റർവ്യൂസൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട്, പെട്ടെന്ന് തന്നെ എഴുതി പാസ്സാകണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഇൻ്റർവ്യൂ വന്നു. ഞാൻ ഉടമ്പടി കാശ് രൂപവും തൈലമൊക്കെ പൂശി പ്രാർത്ഥിച്ചുകൊണ്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂ എനിക്ക് കിട്ടുകയും ചെയ്തു. എൻ്റെ കോൺട്രാക്റ്റും വന്നു. അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഇങ്ങനെ വരുമായിരുന്നു, നീ പ്രാർത്ഥിക്കുന്നില്ല, ഉടമ്പടി ജീവിതത്തിലില്ല, എന്നിട്ട് മാതാവ് നിന്നെ ഇത്രയൊക്കെ സ്നേഹിക്കുന്നില്ലേ, നീ വീണ്ടും പോയി ഉടമ്പടി പുതുക്കെന്ന് പറഞ്ഞു. അങ്ങനെ 5 മാസം കഴിഞ്ഞ് മെയ്യിൽ ഞാൻ വീണ്ടും വന്ന് ഉടമ്പടി പുതുക്കി കഴിഞ്ഞത് എൻ്റെ ഒരു തിരിച്ചു വരവെന്ന് വേണം പറയാൻ. ഈ ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് ഞാൻ തിരിച്ച് ചെന്നപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിൽ എൻ്റെ മാതാവ് ആദ്യം എന്നോട് തോന്നിപ്പിച്ചത്, ഞാൻ ഒരുപാട് നേർച്ചകളൊക്കെ നേർന്നിട്ട് നിറവേറ്റാൻ നടന്നൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ മാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ ആ നേർച്ചകളൊക്കെ നിറവേറ്റാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വർഷങ്ങളോളം പഴക്കമുള്ള ആ നേർച്ചകളെല്ലാം നിറവേറ്റി. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു 5-6 കെട്ട് പത്രം എൻ്റെ വീട്ടിൽ വെറുതെ ഇരിക്കുമായിരുന്നു. മാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞു, ഈ പത്രങ്ങളെല്ലാം എടുത്ത് നീ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പല സ്ഥലത്തും ആശുപത്രികളിലും ബസ് സ്റ്റാൻഡുകളിലും ഓട്ടോ സ്റ്റാൻഡിലൊക്കെ ഞാൻ കൊണ്ട് പല ദിവസങ്ങളിൽ മാതാവ് എനിക്ക് കാണിച്ചു തരുമായിരുന്നു എവിടെയൊക്കെ കൊണ്ട് കൊടുക്കണമെന്ന്. അവിടെ എല്ലാം കൊണ്ട് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മാതാവ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയും, നീ ആ ബാഗ് എടുക്കുക, ഈ കവർ എടുക്കുക എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷേ ഞാൻ അത് എന്തിനാണെന്ന് അങ്ങനെ ചിന്തിക്കത്തില്ല. മാതാവ് പറഞ്ഞല്ലേ എന്നോർത്ത് അതെല്ലാം എടുക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിലെല്ലാം പഴയ പത്രങ്ങൾ ഞാനിങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുമായിരുന്നു. അങ്ങനെ ഒരു പത്രം ഇല്ലാതെ എല്ലാം ഞാൻ കൊടുത്തു തീർത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എന്താ പറയുക, പ്രാർത്ഥിക്കാൻ ആ ഒരു പ്രാർത്ഥനാ ജീവിതത്തിലോട്ട് ഞാൻ കടന്നു വന്നില്ല. പക്ഷേ അച്ഛൻ പറയുന്ന പോലെ ചൊല്ലുന്നതിലല്ലോ ചെയ്യുന്നതിലല്ലേ കാര്യമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഞാൻ വിചാരിച്ചു. അങ്ങനെ ഇരിക്കുക അടുത്ത് 3-ാമത്തേതെന്ന് വെച്ചാൽ ഞാൻ കുമ്പസാരിച്ചിട്ട് ഞാൻ വർഷങ്ങളായെന്ന് തോന്നുന്നു. അപ്പം മാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞു കുമ്പസാരിക്കാൻ. അങ്ങനെ ഞാനിങ്ങനെ എങ്ങനെ കുമ്പസാരിക്കും, കാരണം ഞാൻ ഡ്യൂട്ടി ടൈമൊക്കെ അനുസരിച്ച് എനിക്ക് കുമ്പസാരിക്കാനും കുർബാന ഇല്ലാനൊക്കെ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അങ്ങനെ ഇരിക്കുക പട്ടം കത്തീഡ്രലിൽ ഞാൻ സ്ഥിരമായിട്ട് പോകുന്നതായിരുന്നു. അപ്പം ഞാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് മാതാവ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുമായിരുന്നു, ഇവിടെ നീ സിസ്റ്ററിനോട് ചോദിക്കുക ഇവിടെ എപ്പോഴാണ് കുമ്പസാരം കുർബാന എന്നൊക്കെ. അങ്ങനെ ഞാൻ അവിടെ കണ്ട ഒരു സിസ്റ്ററിനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ എല്ലാ ദിവസവും 3:30 കുമ്പസാരവും 4 മണിക്ക് കുർബാന ഉണ്ടെന്ന് പറഞ്ഞു. അതെനിക്കൊരു ആശ്വാസമായിരുന്നു. കാരണം ഞാൻ ഉടമ്പടി ജീവിതത്തിലോട്ട് എന്നെ തന്നെ നവീകരിക്കാൻ ആഗ്രഹിച്ചപ്പോഴത്തേക്കും മാതാവ് എനിക്ക് വേണ്ടിയിട്ട് ഓരോരോ വാതിലുകൾ തുറന്നു തന്നു. അങ്ങനെ അതുകൂടാതെ തന്നെ രാത്രി 3 മണിക്കും രാവിലെ ഉച്ചയ്ക്ക് 3 മണിക്കും കരണക്കൊന്ന് ചൊല്ലാൻ എഴുന്നേറ്റ് പ്രാർത്ഥിക്കാനുള്ള കൃപയും മാതാവ് എനിക്ക് തന്നു. അങ്ങനെ ഞാൻ എൻ്റെ പാപങ്ങളെല്ലാം 2 ആഴ്ച കൂടുമ്പോൾ അവിടെ പറഞ്ഞ് കുമ്പസരിച്ച് ഒരുങ്ങി കുർബാനയിൽ സജീവമായി തുടങ്ങി. ചിലപ്പോൾ എനിക്ക് പ്രത്യക്ഷ പാപങ്ങളൊന്നും കാണത്തില്ലായിരിക്കും. ആ സമയത്ത് മാതാവ് എനിക്ക് ചിലപ്പോൾ എൻ്റെ മുൻപാപങ്ങളായിരിക്കും, നീ ഇന്നത് പറഞ്ഞ് പ്രാർത്ഥിക്കുക, ഇന്നത് പറഞ്ഞ് കുമ്പസാരിക്കുമെന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് പറയുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പതുക്കെ ഉടമ്പടി പ്രാർത്ഥനയിലും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ ചൊല്ലുന്നതിൽ ഇതായിട്ട് വന്നു. അങ്ങനെ ഇരിക്കെ ഓഗസ്റ്റിൽ എനിക്ക് എൻ്റെ ഇത് പുതുക്കേണ്ട സമയമായിരുന്നു. പക്ഷേ എനിക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ 3 മാസം കഴിയുമ്പോൾ തന്നെ വന്ന് പുതുക്കണമെന്ന്. ഞാൻ പുതുക്കിയില്ല. അങ്ങനെ ഇരിക്കെ എൻ്റെ ഓഗസ്റ്റ് ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും എൻ്റെ കാശ് രൂപ നഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. സത്യം എൻ്റെ കോൺഫിഡൻസ് എല്ലാം പോയി. എൻ്റെ ഒരു ശക്തി എന്നിൽ നിന്ന് പോയതുപോലെ, മാതാവ് എന്നെ വിട്ടു പോയതുപോലെ എനിക്ക് തോന്നി.
അങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞ് ഞാൻ എന്താ പറയുന്നത്, പങ്കെടുത്ത കുർബാനകളിലൊക്കെ എന്നോട് പുതിയ ഉടമ്പടി, അതിനെക്കുറിച്ചുള്ള വചനങ്ങളൊക്കെ ഞാൻ കൂടുതൽ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് ഞാനൊരു പുതിയ ഉടമ്പടി എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, അതിന് വേണ്ടിയിട്ടായിരുന്നു എന്നെ ഒരുക്കിക്കൊണ്ടിരുന്നതെന്ന്. അങ്ങനെ ഞാൻ സെപ്റ്റംബറിൽ വന്നിട്ട് ഇവിടെ വന്ന് പുതിയ ഉടമ്പടി എടുത്തു. ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞതിന് ശേഷം ഉടമ്പടി അതെനിക്കൊരു പുതിയൊരു ജീവിതമായിരുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ ഡ്രോപ്പ് ചെയ്ത ജർമ്മൻ്റെ തന്നെ അടുത്ത എക്സാം 2 മൊഡ്യൂളുകൾ എനിക്ക് കിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ഡേറ്റ് എടുത്തു. ഞാൻ മാതാവിൻ്റെ ഉടമ്പടി കാശ് രൂപ ഉപ്പൊക്കെ ആയിട്ട് പോയി പരീക്ഷ എഴുതി. ഒരെണ്ണം ഞാൻ പാസ്സായി, പക്ഷേ റൈറ്റിംഗ് ഞാൻ പാസ്സായില്ല. അപ്പോൾ ആദ്യത്തെ റൈറ്റിംഗ് പാസ്സാവാതിരുന്നപ്പോഴത്തേക്കും മാതാവ് എനിക്കൊരു വചനം തന്നാൽ. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചപ്പം ഹബക്കുക്ക് പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം, ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയാഭരിതരാകുവിൻ, പറഞ്ഞാൽ വിശ്വസിക്കാനാകാത്തൊരു പ്രവൃത്തി വരുന്ന ആളുകൾ ഞാൻ ചെയ്യാൻ പോകുന്നു. ഞാൻ ആ വചനത്തിൽ വിശ്വസിച്ചെന്നും പ്രാർത്ഥിക്കുമായിരുന്നു. എന്തെങ്കിലും ഒരിക്കൽ മാതാവ് എൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കെ അങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് എൻ്റെ ഒരു ജൂലൈയിൽ വന്നിട്ട് എനിക്ക് എൻ്റെ വിസയ്ക്കുള്ള ഡോക്യുമെൻറ്റ്സ് വന്നു. അതൊരു 7-ാം തീയതിയാണ് വന്നത്. എൻ്റെ ലൈഫിൽ കൂടുതലും എല്ലാ കാര്യങ്ങളും നടക്കുന്ന ഒരു വ്യാഴാഴ്ച, ചൊവ്വാഴ്ച അല്ലെങ്കിൽ 7-ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഡേറ്റുകളിലായിരുന്നു. അപ്പം ഞാൻ ഓർത്തു, പക്ഷേ ഞാൻ ഒന്നും പാസ്സായിട്ടില്ല. അങ്ങനെ ഇരിക്കും ഞാൻ വീണ്ടും ഒക്ടോബറിൽ എനിക്ക് വീണ്ടും ഒരു എക്സാം ഡേറ്റ് കിട്ടി. അപ്പം ഞാൻ ഓർത്തു മാതാവ് വീണ്ടും ഞാൻ എന്നെ പെട്ടെന്ന് എത്തിക്കാനായിരിക്കും ആഗ്രഹിക്കുന്നത് ഓർത്തിട്ട് ഞാൻ പോയി പരീക്ഷ എഴുതി. ആ പരീക്ഷയുടെ റിസൾട്ട് വരുന്നതിൻ്റെ അന്ന് ഒരു 5:30 ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയ്ക്ക് എഴുന്നേറ്റപ്പോൾ 2 മിനിറ്റ് ഞാനൊന്ന് മയങ്ങിപ്പോയി. ആ സമയത്ത് സ്വപ്നത്തിൽ എൻ്റെ റിസൾട്ട് വരുന്നതായിട്ട് കാണുകയും 11 സമയം കാണിക്കുകയും 2 എന്നൊരു സംഖ്യ കാണിക്കുകയും ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു 62 ആയിരിക്കും, ഞാൻ പാസ്സാവും. അപ്പോൾ എനിക്ക് കോൺട്രാക്റ്റിലെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒക്ടോബർ 30 ഞാൻ അവിടെ എത്തണമെന്നായിരുന്നു. അപ്പോൾ ഒക്ടോബർ 30 എനിക്ക് എത്താൻ പറ്റുമെന്നുള്ള വിശ്വസിച്ചു. കറക്റ്റ് ഞാൻ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് റൂമിൽ വന്ന സമയത്ത് എനിക്കിങ്ങനെ മാതാവ് പ്രാർത്ഥിക്കാനുള്ളൊരു പ്രേരണ തരുക. അപ്പോൾ ഈ സാക്ഷ്യങ്ങളിലൂടെ എനിക്ക് ഇങ്ങനെ സാക്ഷ്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ പ്രേരണ തരുമ്പോൾ നമ്മുടെ നീലത്തിരിയും പച്ചത്തിരിയും കത്തിച്ച് പ്രാർത്ഥിക്കും. അങ്ങനെ അതുപോലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കിതുപോലെ ഇമെയിൽ വന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ റിസൾട്ടാണ്. കറക്റ്റ് 11-12 ആയപ്പോഴത്തേക്കും എൻ്റെ കൂടെ എക്സാം ചെയ്ത ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്, എനിക്ക് ഇതുപോലെ റിസൾട്ട് വന്നു എന്ന് പറഞ്ഞ് മെസ്സേജ്. പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ബൈബിൾ പറഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയ വചനം എന്ന് പറഞ്ഞത് കർത്താവ് വീണ്ടെടുക്കപ്പെട്ടവരെ ഗാനാലാപനത്തിലൂടെ നയിക്കുമെന്നായിരുന്നു. ഞാൻ വളരെ സന്തോഷിച്ച് എന്താ പറയുക, ഞാൻ റിസൾട്ട് നോക്കി. പക്ഷേ ഞാൻ പാസ്സായില്ല. എനിക്ക് 42 മാർക്കായിരുന്നു. അപ്പോൾ അപ്പോഴെല്ലാം മാതാവ് എൻ്റെ മനസ്സിൽ വന്നത്, ദൈവം ഇപ്പോൾ ആഗ്രഹിക്കുന്നില്ല നീ പാസ്സാകാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എൻ്റെ മനസ്സിൽ വന്നത്, ഇനി നീ എക്സാം എഴുതണ്ട, 3 മൊഡ്യൂൾ വെച്ചിട്ട് പോകാൻ പറ്റുന്നതിനെ കുറിച്ച് നോക്ക്. അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു. പക്ഷേ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കും ഒരു ദിവസം മാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ ഏജൻസി ജർമ്മനിലാണ്, അവർക്കൊരു മെസ്സേജ് അയക്ക്, നീ ഇവിടെ എഴുതിയിട്ട് കിട്ടുന്നില്ല, ഭയങ്കര പാടാണ്, 3 മൊഡ്യൂൾ വെച്ച് വിസയ്ക്ക് പറ്റുമോ എന്ന് ചോദിക്കാൻ പറഞ്ഞു. ഓൾറെഡി ഞങ്ങളുടെ കൂട്ടത്തിലുള്ള പലരും ഇതേക്കുറിച്ച് ചോദിച്ചതാണ്. അപ്പോൾ അവരെല്ലാം പറഞ്ഞത് B2 ഇല്ലാണ്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ നിങ്ങൾ B1 ഒന്നുകൂടെ എഴുതണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ അന്ന് ചോദിച്ചപ്പോഴത്തേക്കും അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ഒന്ന് ചോദിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്കൊരു പ്രതീക്ഷയായി. അങ്ങനെ അത് മുന്നോട്ട് പോയി. പിന്നീട് അതിനെക്കുറിച്ചൊരു അനക്കമില്ല. അങ്ങനെ ഇരിക്കാൻ ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ ഡിസംബർ 2 ആകുമ്പോൾ എനിക്ക് റിന്യൂവലാവും. അപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുവാണ്, റിന്യൂ ചെയ്യണ്ട, ഒരു പ്രീ പ്ലാൻ ഒന്നുമില്ല. കാരണം ആകെയുള്ള വരുമാനം അതാണ്. അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കടങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു, അടുത്ത് എവിടെയെങ്കിലും ഒരു ജോലി കിട്ടുവാണെങ്കിൽ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ തന്നെ പെട്ടെന്ന് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ എനിക്ക് കിട്ടി. അപ്പം ഞാൻ ഓർത്തു, ഇവിടെ നിന്ന് ഇറങ്ങിയാലും അവിടെ ഉണ്ടല്ലോ, പ്രോസസ്സ് താമസിച്ചാലും കുഴപ്പമില്ലാന്ന് വിചാരിച്ചു. എന്നിട്ട് രണ്ടും കൽപ്പിച്ച് ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാനൊരു പെർമിഷൻ ലെറ്ററിൻ്റെ കാര്യം അവർ ചോദിച്ചിട്ടുള്ളത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. ഹസ്ബൻഡ് പറഞ്ഞു, അതിന് 3 മാസമൊക്കെ എടുക്കുമായിരിക്കും, നീ എന്തായാലും വന്നിട്ട് ഇവിടെ കയറാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഞാനവിടെ ഒരു 10-ാം തീയതി എന്ന് പറഞ്ഞ ഡേറ്റാണ് പറഞ്ഞത്. 7-ാം തീയതി ഡിസംബർ 7-ന് മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസവും 8-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു 8-ാം തീയതി മാതാവ് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് എനിക്ക് തരുമെന്ന്. 7-ാം തീയതി എനിക്കിവിടെ വരാൻ പറ്റിയില്ല. പക്ഷേ ഓൺലൈനിൽ കൂടി ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കെ 7-ാം തീയതി ഞാൻ രാവിലെ കുർബാനയ്ക്ക് പോയിട്ടും ഉച്ചയായപ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ പറയുവാണ്, നാളെ നിൻ്റെ ബർത്ത്ഡേ അല്ലേ, കുമ്പസാരിച്ച് ഒരുങ്ങിയിട്ട് നാളെ കൃപാസനത്തിലോട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ രാവിലെ കുർബാന കൂടിയിട്ട് ഞാൻ വൈകിട്ടൊരു ധ്യാന കേന്ദ്രത്തിൽ പോയി നല്ലപോലെ കുമ്പസാരിച്ച് നല്ല തീഷ്ണതയോടുകൂടെ കുർബാനയിൽ പങ്കെടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ അമ്മയോട് ഇങ്ങനെ പറഞ്ഞപ്പോൾ അമ്മ ഇങ്ങനെ പറഞ്ഞു, നാളെ സ്കൂളിന് അവധിയാണെങ്കിൽ എനിക്ക് വരാൻ പറ്റും, ഇല്ലെങ്കിൽ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കും ഞാൻ ഈ കുർബാന കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് അമ്മയുടെ സ്കൂളിൽ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, തിങ്കളും ചൊവ്വയും അമ്മയ്ക്ക് സ്കൂളിൽ അവധിയാണെന്ന് പറയാൻ പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവ് എന്നെ ഇങ്ങോട്ട് വിളിക്കുവാണെന്ന്. ഞാൻ അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അമ്മയും കൊണ്ട് ഇവിടെ വന്നപ്പോൾ അതിന് മുന്നേ പല പ്രാവശ്യവും ഞാൻ അച്ഛനെ കാണാൻ ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ പറ്റിയില്ല. പക്ഷേ അന്ന് എനിക്ക് അച്ഛനെ കാണാനുള്ള അവസരം കിട്ടി. ഞാൻ എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ച് മാതാവിൻ്റെ അടുത്ത് വന്നതാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരു ശക്തിയാണ്, എനിക്ക് താങ്ങാവുന്നതിനും അപ്പുറം ഒരു ശക്തിയാണ് എനിക്ക് അനുഭവപ്പെട്ടത്. അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവിൻ്റെ ഈശോയുടെയും സാന്നിധ്യം ഇവിടെ ഉണ്ടെന്ന്. അച്ഛനോട് പറയാനുള്ളതെന്ന് എനിക്ക് ഓർമ്മ ഒന്നുമില്ല. പെട്ടെന്ന് ഞാൻ പൊട്ടിക്കരയുകയാണ് ചെയ്തത്. എനിക്ക് കരച്ചിലാണ് വന്നത്, അല്ലാണ്ട് വേറൊന്നും വന്നില്ല. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അച്ഛൻ എൻ്റെ അടുത്ത് എന്താണോ പറഞ്ഞതെന്നോ പ്രാർത്ഥിച്ചെന്നോ എനിക്ക് ഓർമ്മയില്ല. അച്ഛനോട് ചോദിച്ചു, ഇനി നിനക്ക് എത്ര ദിവസം ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഈ 30 ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് പക്ഷേ എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു നവംബറിലായിരുന്നു അവിടെ ചെല്ലേണ്ടിയിരുന്നത്, സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷവും സമാധാനമായിരുന്നു. ഞാൻ ഇവിടെ നിന്ന് പോയിട്ടും പോകുന്ന സമയത്താണ് ഞാൻ പറയുന്നത്, മാതാവേ ഗിഫ്റ്റ് ഒന്നും കിട്ടിയില്ല. എന്നിട്ട് ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട്, മാതാവിൻ്റെ അടുത്ത് വന്ന് അനുഗ്രഹം വാങ്ങിക്കാൻ പറ്റിയില്ലേ, അതിൽ കൂടുതൽ എന്ത് ഗിഫ്റ്റ് എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഞാൻ ഇരിക്കുമായിരുന്നു.
അങ്ങനെ ഇരിക്കുക അന്ന് രാത്രി 11:30 ജർമ്മൻ സമയം 7 മണി ആയപ്പോഴത്തേക്കും എനിക്ക് അവരുടെ മെസ്സേജ് വന്നു, ഹോസ്പിറ്റലുകാർ പെർമിഷൻ ലെറ്റർ തരാമെന്ന് പറഞ്ഞു, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. ശരിക്കും അതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നതിൽ അപ്പുറമായിരുന്നു. അങ്ങനെ ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. അങ്ങനെ ഒരു പെർമിഷൻ ലെറ്റർ കൊടുത്ത് ആരും ഇതുവരെ അവിടെ പോയിട്ടുമില്ല, ഇവർ കൊണ്ടുപോയിട്ടുമില്ല. അങ്ങനെ ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ പോകുന്ന സമയത്ത് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് ഇച്ചിരി കുമ്പസാരവും കുർബാനയായിട്ടൊക്കെ ഇച്ചിരി അകന്ന് നിൽക്കുന്ന സമയമായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഒന്ന് കുമ്പസാരിക്കണം, ഈ വരുന്ന ശനിയാഴ്ച കുമ്പസാരിച്ച് ഞായറാഴ്ച നമുക്ക് ഒരുമിച്ച് കുർബാനയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ സാധാരണ എന്തെങ്കിലും ഒഴിവൊഴിവ് പറയുന്നതാണ് എൻ്റെ ഹസ്ബൻഡ്. പക്ഷേ അന്ന് എൻ്റെ ഹസ്ബൻഡ് സമ്മതിച്ചു. ഇങ്ങനെ സമ്മതിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും തന്നെ എനിക്ക് ആ പെർമിഷൻ ലെറ്റർ എൻ്റെ കയ്യിൽ കിട്ടി. അവരെൻ്റെ അടുത്ത് വിസയ്ക്ക് അപ്ലൈ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ പോയി. അപ്പോൾ ഞങ്ങൾ ഓക്കെ ഇങ്ങനെ തീരുമാനിച്ചതല്ലേ, ശനിയാഴ്ച ഞാനൊരു ധ്യാനം കൂടെ എൻ്റെ വീട്ടിലോട്ട് പോവാണ്. അപ്പോൾ ഹസ്ബൻഡ് കുമ്പസാരിച്ച് ഞായറാഴ്ച ഞങ്ങൾ ഒരുമിച്ച് കുർബാനയ്ക്ക് പോകുന്നു. അങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ കരുണക്കൊന്ത ചൊല്ലി കഴിഞ്ഞ സമയത്ത് തന്നെ എനിക്ക് ഏജൻറ്റിൽ നിന്ന് ഫോൺ വിളി വരുന്നു. 15-ാം തീയതി ബാംഗ്ലൂർ ഒരു ഡേറ്റ് ഉണ്ട്, എടുക്കട്ടെ എന്ന് ചോദിച്ചു. ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡിന് കുമ്പസാരിക്കാനുള്ളതാണെന്നും എനിക്ക് ധ്യാനം കൂടാനുള്ളതാണെന്നും ഞായറാഴ്ച ഞങ്ങൾക്ക് ഒരുമിച്ച് പള്ളിയിൽ പോകേണ്ടതാണെന്നും ഓർക്കാണ്ട് ഞാൻ പെട്ടെന്ന് എൻ്റെ ആഗ്രഹം, കാരണം അപ്പോഴും ഞാൻ വിസയ്ക്ക് വെക്കുവാണെങ്കിൽ എനിക്ക് 30-ാം തീയതി മുന്നേ പോകാൻ പറ്റും, എൻ്റെ ഒരു സ്വാർത്ഥ എൻ്റെ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഞാൻ അതിന് ശ്രദ്ധിക്കാണ്ട് ഞാൻ ഓക്കെ പറഞ്ഞു. അങ്ങനെ അന്നും ഞങ്ങളുടെ വണ്ടിക്ക് ചെറിയൊരു ഇതൊക്കെ പറ്റി കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ എന്നാലും ദൈവം തന്നെയാണെന്നാണ് ഞാൻ വിചാരിച്ചത്. ഇത് കർത്താവായിട്ട് എനിക്ക് തന്നതാണെന്ന് ഓർത്തിട്ട് ഞാൻ ബാംഗ്ലൂർ പോയി. അവിടെ ചെന്ന് ഞാൻ പ്രാർത്ഥിച്ച് ബൈബിൾ വായിച്ച് ഒരുങ്ങിയൊക്കെയാണ് ഞാൻ അവിടെ ചെന്ന് ഞാൻ VFS ഓഫീസിൽ ഒപ്പിട്ട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്ത പാടെ അവർ തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ഇതാ കാറ്റഗറി തെറ്റാണ്, ഇതിവിടെ പറ്റത്തില്ല, വേറെ അപ്പോയിൻമെൻറ്റ് എടുക്കണം, പൊക്കോളാൻ പറഞ്ഞു. പെട്ടെന്ന് ഞാനൊന്ന് സ്റ്റക്കായി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ പ്രാർത്ഥിച്ച് ഒരുങ്ങി കർത്താവായിട്ട് തന്നതല്ലേ എനിക്ക്, എന്നിട്ട് എന്തോ പറ്റിയെന്ന് ഞാൻ ചിന്തിച്ചു. ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. പക്ഷേ ഒരു ഫലം ഉണ്ടായിരുന്നില്ല. ഞാൻ തിരിച്ചു വന്നു. ആദ്യം മാതാവ് എനിക്ക് മാത്രം എന്തേ ഇങ്ങനെ കുറച്ച് ഞാൻ ഒരുപാട് കരഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞാൻ ചിന്തിക്കാൻ തുടങ്ങിയത് എനിക്ക് എവിടെയാണ് തെറ്റ് പറ്റിപ്പോയത്, എവിടെയാണ് എനിക്ക് പാളിച്ച് വന്ന് ചിന്തിക്കാൻ തുടങ്ങി. അങ്ങനെ പിറ്റേ ദിവസമായപ്പം മാതാവ് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ നെറ്റിൽ നോക്ക് ഈ കാറ്റഗറിക്ക് എന്താ പ്രശ്നം. ഞാൻ നോക്കുമ്പോൾ എൻ്റെ കറക്റ്റ് കാറ്റഗറിയാണ്, അതിലൊരു പ്രശ്നമില്ല. പോരാത്തതിന് അടുത്ത ദിവസം വെച്ചവർക്ക് ഒരു കുഴപ്പമില്ല, അവരുടെ എല്ലാം അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം ആഗ്രഹിക്കുന്നില്ല. അതായത് എൻ്റെ ആഗ്രഹമായിരുന്നു ഇവിടെ വെക്കാന്നുള്ളത്, പക്ഷേ ദൈവത്തിൻ്റെ ആഗ്രഹം ഞാൻ ധ്യാനത്തിന് പോവുകയും കുർബാന കൂടുക എന്നുള്ളതായിരുന്നു. അങ്ങനെ അങ്ങനെ ഓർത്തിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ആഗ്രഹങ്ങളെല്ലാം മറന്നു. ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ ആഗ്രഹം, ഈശോയുടെ ആഗ്രഹം എന്താണോ അതെനിക്ക് മാതാവെ സാധിച്ചു തരണമെന്നായിരുന്നു ഞാൻ പ്രാർത്ഥിച്ചത്. അങ്ങനെ ഇരിക്കെ ഡിസംബർ 29-ാം തീയതി എനിക്ക് ഉടമ്പടി പുതുക്കേണ്ട ദിവസമായിരുന്നു. ഞാൻ വന്ന് ഉടമ്പടി പുതുക്കി പ്രാർത്ഥിച്ച് ഇവിടെ വന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു, പാസ്പോർട്ട് വെച്ചിട്ട് ഞാൻ പറഞ്ഞു, മാതാവ് ഇനി ഞാൻ ഈ ഡോക്യുമെൻറ്റ്സുമായിട്ട് ഇവിടെ വരാൻ ഇടയാക്കരുത്, എനിക്കിനി അടുത്ത പ്രാവശ്യം വന്ന് സാക്ഷ്യം പറയാൻ ഇടയാക്കണേന്ന് പറഞ്ഞു. അങ്ങനെ പോയി. ഡിസംബർ 31-ാം തീയതി രാത്രി എല്ലാവരും പല ആഘോഷത്തിലും പോയപ്പോഴത്തേക്ക് ഞാൻ അവിടെ ഒരു ധ്യാന കേന്ദ്രത്തിൽ രാത്രി മുഴുവൻ എൻ്റെ ന്യൂ ഇയർ ഈശോയുടെ കൂടെ ആയിരുന്നു, ആരാധനയിലും പ്രാർത്ഥനയിലും ആയിരുന്നു. അന്ന് എനിക്ക് പുതുവർഷത്തിൽ കിട്ടിയ 2 വചനമായിരുന്നു. വെളിപാട് പുസ്തകത്തിൻ്റെ ഇതായ കർത്താവിൻ്റെ കൃപ നമ്മോട് കൂടെയും, പിന്നെ ഒന്ന് ഹബക്കുക്ക് പ്രവാചകൻ്റെ പുസ്തകം 3-ാം അധ്യായം 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലമില്ലെങ്കിലും ഒലിവ് മരത്തിൽ കായ്കൾ ഇല്ലാതായാലും വയലിൽ ധാന്യങ്ങൾ വിളയുന്നില്ലെങ്കിലും ആട്ടിൻകുട്ടികൾ ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിലില്ലാതായാലും ഞാൻ എൻ്റെ കർത്താവിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷകനായ കർത്താവിൽ സന്തോഷിക്കും. എൻ്റെ കർത്താവായ ദൈവമാണ് എൻ്റെ ബലം. കലമാൻ്റെ പാദങ്ങൾക്ക് എന്ന പോലെ അവിടുന്ന് എൻ്റെ പാദങ്ങൾക്ക് വേഗത നൽകി ഉന്നതങ്ങളിൽ നിന്ന് അവിടെ നിന്ന് നടത്തും. അതിനെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. ഞാൻ പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവം എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ ആഗ്രഹം ഞാൻ എപ്പോൾ പോകണോ അങ്ങനെ ആ ഒരു രീതിയിൽ എന്നെ നടത്തണമെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ജനുവരി 6-ന് എനിക്ക് വീണ്ടും ഒരു VFSൻ്റെ അപ്പോയിൻമെൻറ്റ് കിട്ടി കൊച്ചിയിൽ. അപ്പോൾ അത് ഒരു ചൊവ്വാഴ്ചയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പോയി 5-ാം തീയതി ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ വന്നിട്ട് ഞാൻ ഓൾറെഡി ഒരു റിജക്ഷൻ വന്നതുകൊണ്ട് അച്ഛനെ കാണാൻ വേണ്ടി അവിടെ നിന്നപ്പോഴത്തേക്ക് അവിടെ നിന്ന് സിസ്റ്റർ നോക്കിയിട്ട് പറഞ്ഞു, വിസയ്ക്ക് വച്ചിട്ട് വാ, ഇനി റിജക്ഷൻ ഒന്നും വരത്തില്ല. അതെനിക്ക് ശരിക്കും മാതാവ് എന്നോട് പറയുന്ന പോലെയാണെന്ന് എനിക്ക് ഫീൽ ചെയ്തത്. ഞാൻ ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച് ഞാൻ പോയ വഴിക്കല്ല, എനിക്കൊരു തീർത്ഥാടന യാത്ര പോലെയായിരുന്നു. ഒരുപാട് പള്ളിയിൽ കയറി. അതിനെക്കാട്ടി വലിയൊരു അനുഭവം എന്ന് പറയുന്നത് ഞാൻ ഈശോയുടെ ഒരു തങ്കിപ്പള്ളി കയറി, ഈശോയുടെ തിരുസ്വരൂപമുള്ള. അപ്പോൾ അവിടെ ചെന്ന് ഞാനിങ്ങനെ ആ രൂപത്തിലോട്ട് നോക്കിയപ്പോഴത്തേക്കും എനിക്ക് ചങ്ക് തകർന്ന വേദനയാണ്. അതായത് എനിക്ക് പ്രിയപ്പെട്ട ആരോ ദേഹം മുഴുവൻ മുറിവുകളായിട്ട് ഒരു പച്ച മാംസം പോലെ അവിടെ കിടക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ആയത്. അപ്പം ഞാൻ പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് എൻ്റെ മനസ്സിൽ വന്നത്, ഒരു ചെയ്യാത്ത കുറ്റത്തിന് ഇത്രയേറെ പീഡകൾ സഹിച്ച് മരിച്ച ഈശോയുടെ മുമ്പിലാണോ നീ നിൻ്റെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ പറയണമെന്നാണ് എൻ്റെ മനസ്സിൽ വന്നത്. ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചിട്ട് തിരിഞ്ഞപ്പോഴത്തേക്കും എവിടെ നിന്നാണെന്ന് അറിയത്തില്ല, എനിക്കൊരു കൃപാസനം പത്രം കിട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈശോയും മാതാവ് എൻ്റെ കൂടെ തന്നെ ഉള്ളത്. പിറ്റേ ദിവസം രാവിലെ ഞാൻ VFSൽ പോയി. അവിടെ ചെന്നിട്ട് 12:40 അപ്പോയിൻമെൻ്റ് ആണെങ്കിലും 11 മണിക്ക് ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ അച്ഛൻ്റെ ധ്യാനം കേട്ടുകൊണ്ടിരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അച്ഛൻ തന്ന കാശ് രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പം അവിടുത്തെ ഒരു മുന്നിൽ ഒരു ചെടിച്ചട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഉള്ളിലിരുന്ന് മാതാവ് പറയുന്നുണ്ട്, ഈ കാശ് രൂപ ചെടിച്ചട്ടിയിൽ വെക്കാന്ന്. അപ്പോൾ ഞാനോർത്ത് ഇത്രയും പേരുണ്ട്, ഞാൻ എന്തോ ചെയ്യും. പക്ഷേ എന്തായാലും മാതാവ് പറഞ്ഞതല്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ എൻ്റെ കാശ് രൂപ അതിൽ വെച്ചതും എന്നെ അവർ വിളിച്ചു. പിന്നെ എനിക്ക് തടസ്സങ്ങളൊന്നും ഇല്ലായിരുന്നു. എൻ്റെ വിസ പ്രോസസ്സിങ് സബ്മിഷൻ നല്ലപോലെ നടന്നു.
അവർ പറഞ്ഞു 1 മാസം എടുക്കും വരാനെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു. പിന്നീട് ഇതിനെക്കുറിച്ച് ഞാൻ പ്രാർത്ഥിച്ചൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ ഡേറ്റ് 1 മുതൽ ഡിസംബറിൽ 30 വരെ എഴുതിയിട്ട് ഇങ്ങനെ ക്രോസ് ചെയ്ത് വരുമായിരുന്നു. പെട്ടെന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് മാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞു 1 മുതൽ 27 വരെ എഴുതാൻ പറഞ്ഞു. ഞാൻ 1 മുതൽ 27 വരെ എഴുതി. എന്നിട്ട് എൻ്റെ അടുത്ത് 15, 17, 27 മാർക്ക് ചെയ്യാൻ പറഞ്ഞു. എന്തിനാണെന്ന് അറിയത്തില്ല, പക്ഷേ മാതാവ് പറഞ്ഞല്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ മാർക്ക് ചെയ്തു. 6-ാം തീയതി സബ്മിറ്റ് ചെയ്ത എൻ്റെ ഡോക്യുമെൻറ്റ്സ് 7-ാം തീയതി കോൺസുലേറ്റിലെത്തി ജർമ്മനീൻ്റെ. അത് കഴിഞ്ഞ് എൻ്റെ 7-ാമത്തെ ദിവസം 14-ാം തീയതി അതിൽ വിസ സ്റ്റാമ്പ് ചെയ്തു. അങ്ങനെ ഇരിക്കെ ഞാനിങ്ങനെ 15 എന്നുള്ള ഡേറ്റ് വന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് മാതാവ് ഇന്ന് 15 എന്താണെന്ന് ഞാൻ അറിയത്തില്ല. അങ്ങനെ ഇരിക്കെ അന്നത്തെ രാവിലത്തെ പ്രത്യക്ഷ പ്രാർത്ഥനയ്ക്ക് എനിക്ക് എഴുന്നേക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് അപ്പോൾ നോക്കുമ്പോൾ ഈശോ എൻ്റെ കാൽക്കൽ വന്നിരിക്കുക. എന്നിട്ട് ഈശോ എൻ്റെ അടുത്ത് പറയാം, എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന എൻ്റെ അടുത്ത് പറയാം. ഈ ഉടമ്പടി ജീവിതത്തിൽ എനിക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശോയായിട്ട് ഞാനൊരു ബന്ധത്തിലായി. എന്നെ എടീന്ന് വിളിച്ച് ഈശോ എപ്പോഴും എൻ്റെ അടുത്ത് സംസാരിക്കുമായിരുന്നു. ഞാൻ എഴുന്നേറ്റു, അപ്പോൾ തന്നെ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് എൻ്റെ വിസ ഡിസ്പാച്ചായി എന്ന് പറഞ്ഞ് എനിക്കൊരു മെസ്സേജ് വന്നു. പക്ഷേ ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ചൊരു സൂചന ചതുവാണെങ്കിൽ ഞാൻ ആരടുത്തും പറയത്തില്ലായിരുന്നു. ഈ നിമിഷം വരെ ഞാൻ ആരടുത്തും പറഞ്ഞിട്ടില്ല എനിക്ക് അങ്ങനെ ഒരു ഡിസ്പാച്ചായെന്നുള്ളൊരു മെയിൽ വന്നത്. അപ്പം ഓക്കെ വന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ 17 എന്നുള്ള ഡേറ്റ് അതെന്തുവാന്ന് എനിക്കറിയത്തില്ല. അന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയും കൂടെ ആയിരുന്നു. അങ്ങനെ ഇരിക്കെ 17-ാം തീയതി രാവിലെ എനിക്ക് ഇതുപോലെ വന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇങ്ങനെ 17-ാം തീയതി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്കിങ്ങനെ മെസ്സേജ് വരുവാണ്. രാവിലെ ഒരു 11 മണിയൊക്കെ ആയപ്പോൾ വരുവാണ്, എൻ്റെ വിസ അറൈവ് ഇന്ന് വരും. അങ്ങനെ കൊറിയർ സർവീസിൽ നിന്ന് എനിക്ക് മെസ്സേജ് വന്നു. പക്ഷേ അന്ന് എൻ്റെ അമ്മ പോയത് എനിക്ക് വാങ്ങിക്കാൻ പറ്റിയില്ല. പക്ഷേ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതിനകത്ത് വിസ വരുമെന്ന്. 18-ാം തീയതി ഞാൻ പോയി വാങ്ങിച്ചു. ഞങ്ങളുടെ അടുത്തുള്ള ഒരു പള്ളിയിൽ പോയി നേർച്ചയൊക്കെ നേറ്റി അവിടെ വെച്ച് തുറന്ന സമയത്ത് അതിനുള്ളിൽ വിസ അടിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ മാതാവിനോട് പറയുന്നുണ്ടായിരുന്നു മാതാവിൻ്റെ ഒരു അടയാളം എനിക്ക് കാണിച്ചു തരണമെന്ന്. അങ്ങനെ ഇരിക്കെ ഞാൻ ഇങ്ങനെ സാക്ഷ്യങ്ങളിൽ കേട്ടിട്ടുണ്ട് 7-ാമത്തെ പേജിൽ വിസ അടിച്ച് വരണമെന്നൊക്കെ പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ ഞാൻ അച്ഛൻ തന്ന കാശ് രൂപം എൻ്റെ 7-ാമത്തെ പേജിൽ വെച്ചായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. കറക്റ്റ് ഞാനത് തുറന്നു നോക്കിയപ്പം ബാക്കിയുള്ള പേജെല്ലാം വിട്ടിട്ട് എൻ്റെ 7-ാമത്തെ പേജിലായിരുന്നു എൻ്റെ ജർമ്മൻ്റെ വിസ അടിച്ച് വന്നത്. അങ്ങനെ അത് പെട്ടെന്ന് എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ വിചാരിച്ച് ഞാൻ പൊട്ടിക്കരയുമായിരിക്കുമെന്ന്. പക്ഷേ എനിക്ക് കരച്ചിലോ സങ്കടമോ സന്തോഷമോ ഒന്നും തോന്നിയില്ല. ഞാൻ ശരിക്കും എങ്ങനെയായിരുന്നോ ഞാനുണ്ട് ആ ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു. ഞാൻ ഈശോയുടെ മുന്നിൽ ചെന്ന് മുട്ട് വെച്ചിട്ട് ഞാൻ ചോദിച്ചു, എന്ത് ഈശോയെ എനിക്കൊരു ഇമോഷൻ ഇല്ലാത്തതെന്ന്. അപ്പം ഈശോ എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എൻ്റെ മുമ്പിൽ ഒരുപാട് കരഞ്ഞതല്ലേടി, ഇനി എന്തിനാ മതി, ഇനി നീ കരയണ്ട എന്നിങ്ങനെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് കരച്ചിൽ വന്നു. എനിക്ക് മനസ്സിലായി മാതാവ് ഈശോയിൽ നിന്ന് എനിക്ക് വാങ്ങിച്ചു തന്ന വലിയൊരു അനുഗ്രഹമാണ്. ഇതിനെക്കാട്ടി പിന്നെ എനിക്ക് വന്ന് 27 എന്നുള്ള നമ്പർ അതെന്തുവാണ്, ഇനി 27-ാം തീയതി ഞാൻ പോകുമോ അതിനെക്കുറിച്ചാണോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇരിക്കും ഞാൻ വിസ നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് എൻ്റെ വിസ സ്റ്റാർട്ടാകുന്നത് 27-ാം തീയതി മുതലാണ്. അപ്പോൾ 7-ാം തീയതി കോൺസുലേറ്റ് എത്തിയ എൻ്റെ പാസ്പോർട്ട് 7-ാമത്തെ ദിവസം അതിൽ വിസ സ്റ്റാമ്പ് ചെയ്യും. 17-ാം തീയതി എൻ്റെ കയ്യിലെത്തിയും 27-ാം തീയതി മുതൽ എൻ്റെ വിസ സ്റ്റാർട്ടാകുകയും ചെയ്യാന്നു. ഇത് അമ്മ മാതാവ് എനിക്ക് ഈശോയിൽ നിന്ന് വാങ്ങിച്ച് തന്നതല്ലാതെ എൻ്റെ മെറിറ്റിൽ എനിക്കിതൊന്നും ഒരിക്കലും സാധ്യമല്ല. ഒരു 0.1% പോലും എനിക്ക് സാധ്യമല്ലെന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട്. അതിന് അമ്മ മാതാവിന് ഒരു കോടി നന്ദി പറയുന്നു. പിന്നെ എനിക്ക് ഈ വരുന്ന ഫെബ്രുവരിയിൽ ഫസ്റ്റ് വീക്കിൽ തന്നെ എനിക്ക് ജർമ്മനിക്ക് പോകാൻ പറ്റും. ഇതിന് അമ്മയ്ക്ക് ഈശോയ്ക്ക് ഒരുപാട് നന്ദി. ഇതിലൂടെ തന്നെ ആത്മീയമായിട്ട് അതായത് തികച്ചും ഒരു എന്താ പറയുക എൻ്റെ ഒരു വഴിപിഴച്ച എന്ന് വെച്ചാൽ ഞാൻ പഠിച്ച് കഴിയുന്നത് വരെ ഒരു ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. മാതാവുമായിട്ടും ഈശോയായിട്ടും നിരന്തരം ജപമാലയും കുർബാനകളിലുമായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ജീവിതചര്യയിലായിരുന്നു ഞാൻ വന്നത്. പക്ഷേ അത് കഴിഞ്ഞ് ജോലിക്കൊക്കെ പോയി തുടങ്ങിയപ്പം തികച്ചും ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് പോയൊരു വ്യക്തിയായിരുന്നു. കുർബാനയില്ല, കുമ്പസാരമില്ല, പ്രാർത്ഥനകളില്ല. പക്ഷേ എപ്പോഴും ഞാൻ എന്താ പറയുക ബൈബിൾ വായിക്കും, ഒരു ജപമാല എൻ്റെ കയ്യിൽ കൂടെ നടക്കും. അതായിരിക്കും ഒരു പക്ഷേ എനിക്കൊരു അനുഗ്രഹം കിട്ടുന്നതിനൊരു കച്ചിത്തുരുമ്പായത്. അപ്പം ഇതിലൂടെ എനിക്ക് ആ സമയത്തൊക്കെ ഈശോയായിട്ടൊരു ബന്ധം ഉണ്ടായിരുന്നു. ഞാൻ എന്തുണ്ടെങ്കിലും പറയും, ഈശോ എൻ്റെ അടുത്ത് അതുപോലെ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുന്ന പോലെ സംസാരിക്കുമായിരുന്നു. ഈ ഉടമ്പടി ജീവിതത്തിലൂടെ എനിക്ക് വീണ്ടും എൻ്റെ ഈശോയെ തിരിച്ച് കിട്ടി. എപ്പോഴും എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഇപ്പോൾ എനിക്ക് തുറന്നു പറയാം, എനിക്ക് നല്ലൊരു വഴികാട്ടിയായിട്ട് എൻ്റെ കൂടെ തന്നെ എപ്പോഴും ഉണ്ട്. പ്രാർത്ഥിക്കാനും എൻ്റെ വീടിന് തൊട്ട് ഫ്രണ്ടിലാണ് പള്ളി. എന്നാൽ പോലും ഞാൻ പള്ളിയിൽ പോകത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് ദിവസം എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് പള്ളിയിൽ പോകാനും 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാനും ഉള്ള കൃപ ഈ മാതാവ് എനിക്ക് നേടിത്തന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രങ്ങൾ ആദ്യമൊക്കെ ഞാൻ ചുമ്മാ കൊടുക്കുമായിരുന്നു. പിന്നെ ഉടമ്പടി തൈലം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി കൊടുക്കാൻ തുടങ്ങി. അത് ഞാൻ എവിടെയൊക്കെ കൊടുക്കേണ്ടതെന്ന് മാതാവ് എനിക്ക് കാണിച്ചു തരും. പിന്നെ ആയപ്പോഴത്തേക്കും മാതാവ് എനിക്കതിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതാൻ പറഞ്ഞു. എന്നിട്ട് ഓരോരുത്തർക്കും കൊടുത്തിട്ട് നിയോഗം പറഞ്ഞ് പ്രാർത്ഥന ചൊല്ലി പറയാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കൊടുക്കാൻ തുടങ്ങി. കാരുണ്യ പ്രവൃത്തികളായിട്ട് ആദ്യമൊക്കെ എനിക്കങ്ങനെ എന്ത് കാരുണ്യ പ്രവൃത്തി ചെയ്യണമെന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാനൊരു പ്രൊവിഷൻ ഹോമിൽ സഹായിക്കാൻ മാതാവ് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഇല്ലായ്മയിൽ നിന്ന് സഹായിക്കാൻ പറ്റി. പിന്നെ ആരെൻ്റെ അടുത്ത് എന്ത് ചോദിച്ചാലും എൻ്റെ കയ്യിലുള്ളത് കൊടുക്കാൻ പറ്റും. പിന്നെ അപ്പോൾ എനിക്ക് പൊതിച്ചോറ് ആഹാരം അങ്ങനെ കൊടുക്കുന്നൊന്നും പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ മാതാവിനോട് ചോദിച്ചു, മാതാവേ നീ എന്താ ആഗ്രഹിക്കുന്നത്, ഞാനിനി അനാഥാലയത്തിലൊക്കെ കൊടുക്കണമാണോ അങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ മാതാവ് എൻ്റെ അടുത്ത് പറഞ്ഞു, അതിനൊക്കെ ഞാൻ വേറെ ആളെ നിയോഗിച്ചിട്ടുണ്ട്, നീ പോയിട്ട്
ഒരു നേരത്തെ ആഹാരത്തിന് പ്രതീക്ഷയില്ല, അതായത് കഴിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ഒരു ഉറപ്പില്ലാത്തവർക്ക് നീ വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കും ഞാൻ നടന്നു പോയപ്പോഴത്തേക്കും ഞാൻ അത്രയും നല്ലതാ അതിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് ജോലിക്ക് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അന്ന് ഞാനൊരു അപ്പച്ചനെ കണ്ടു, അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞു ആഹാരം വാങ്ങിച്ചു കൊടുക്കുക. അങ്ങനെ ഞാൻ തിരിച്ച് വീണ്ടും വന്ന വഴി തിരിച്ച് നടന്നു പോയി ആഹാരം വാങ്ങിച്ച് അപ്പച്ചന് കൊടുത്തു. അപ്പോൾ എൻ്റെ അടുത്ത് തിരിച്ചൊന്നും മിണ്ടിയില്ല, ഞാനും ഒന്നും മിണ്ടിയില്ല. ഞങ്ങൾ പരസ്പരം നോക്കി ചിരിച്ചു. ആ അപ്പച്ചൻ്റെ കണ്ണിൽ എന്തെന്നില്ലാത്തൊരു തിളക്കം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിഞ്ഞ് പോരാൻ നേരത്താണ് ഞാൻ ശ്രദ്ധിച്ചത് ആ മുഷിഞ്ഞ ആ ഒരു ഇതിൻ്റെ ഇടയിലും ഒരു 2 ജപമാല ആ പശു സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് മാതാവായിട്ട് തന്നതാണ്. അതുകൂടാതെ തന്നെ ഞാൻ ഒരു ദിവസം വീട്ടിൽ ഇരുന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് തണുത്തു. അപ്പം മാതാവ് എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നിനക്ക് തണുക്കുന്നില്ലേ ഈ റൂമിൽ ഇരുന്നിട്ടും, പക്ഷേ എന്നിട്ടും എന്തുവന്ന് നടു റോഡിൽ തണുത്ത് വിറച്ച് കിടക്കുന്നവരില്ലേ. എന്നിട്ട് ആ അപ്പച്ചൻ്റെ മുഖം എൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു നീ ഒരു ബ്ലാങ്കറ്റ് വാങ്ങിച്ചു കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ വാങ്ങിച്ചു കൊടുത്തു. ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോരുന്ന വരയ്ക്കും ഞാൻ ആ അപ്പച്ചന് വേണ്ടിയിട്ട് ആഹാരങ്ങളും കൊടുത്തു. എന്നിട്ട് പോരാൻ നേരത്ത് ഞാൻ പറഞ്ഞു ഞാൻ പോവുകയാണ്, ഇനി ആരെങ്കിലും എന്നെപ്പോലെ വന്ന് ആഹാരം തരാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞു. ഇപ്പോഴും ഞാൻ കാണുമ്പോഴൊക്കെ വാങ്ങിക്കൊടുക്കും. അതുപോലെ തന്നെ ഓരോരുത്തരും അതാ എന്നെ കാണിച്ചു തരും, ഇവർക്ക് നീ ഇത്ര രൂപ കൊടുക്കണം, ഇവർക്ക് നീ ഇത്ര രൂപ കൊടുക്കണം, അങ്ങനെ എനിക്ക് കാണിച്ചു തരുവാണ്. അതാണ് എൻ്റെ കാരുണ്യ പ്രവൃത്തികൾ. എൻ്റെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു ഈ ഭൗതിക ഈ പാസ്പോർട്ടിനെക്കാട്ടി ഈ വിസയെക്കാട്ടിൽ എനിക്ക് വലുത് എനിക്കിപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു ഉടമ്പടി ജീവിതത്തിൽ എൻ്റെ ഈശോയെ ചേർത്ത് പിടിച്ച് എനിക്ക് ജീവിക്കാനുള്ള ഒരു അനുഗ്രഹം തരണമെന്നാണ്. കാരണം എനിക്ക് എൻ്റെ ജീവിതം മാറി തുടങ്ങിയത് എൻ്റെ ഈശോയുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ തുടങ്ങിയപ്പോഴാണ്. ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈശോയെ ഞാൻ പാപിയാണ്, ഒരു യോഗ്യതയില്ല, പക്ഷേ കുരിശിൻ ചുവട്ടിലും വലതുഭാഗത്തെ കള്ളന് പർദീസ വാഗ്ദാനം ചെയ്ത ഈശോയെ അങ്ങയുടെ തിരുരക്തത്തെ കഴുകി എന്നെയും അങ്ങയുടെ കുരിശോട് ചേർത്ത് പിടിക്കണമേ എന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ നേടിത്തന്ന അമ്മമാതാവിനും ഈശോയ്ക്കും ഒരു കോടി നന്ദി. ഞാനിനി എവിടെ പോയാലും ഞാൻ ഇടയ്ക്ക് ഇവിടെ വന്നിട്ട് ഒരു പ്രതീക്ഷയില്ലാത്ത സമയത്ത് പോലും ഞാൻ ജർമ്മൻ പത്രം വാങ്ങി എൻ്റെ കയ്യിൽ വെച്ചിട്ട് എന്നും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ കൂടെ ചൊല്ലുമായിരുന്നു. കാരണം മാതാവ് എന്നെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ എന്തെങ്കിലും അവിടെ എത്തിക്കുമെന്ന് എനിക്ക് അറിയാമായിരുന്നു. അതുപോലെ തന്നെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ജർമ്മനിയിൽ എഴുതി ജർമ്മൻ ഭാഷയിൽ എഴുതി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിനി ജർമ്മനി പോയാലും എൻ്റെ ജോലിക്കുപരി അല്ലെങ്കിൽ എൻ്റെ സാമ്പത്തിക ഭദ്രതയേക്കാൾ അപ്പുറം എൻ്റെ ഈശോയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും അവിടെ ഒരു പ്രേക്ഷിതയായിട്ട് ജീവിക്കാനുള്ള കൃപ മാതാവ് ഈശോ എനിക്ക് തരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 31-32 തിരുവചനങ്ങൾ. അതിനാൽ ഭയപ്പെടേണ്ട, നിങ്ങൾ അനേകം കുരുവികളേക്കാൾ വിലയുള്ളവരാണല്ലോ. മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. സോഫി എന്ന ഈ മകളിവിടെ പ്രത്യക്ഷീകരണ സാക്ഷ്യമായി ഏറ്റുപറയുന്നത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ എല്ലാ അനുഗ്രഹങ്ങളും അടിച്ചുമാറ്റാൻ സാധിച്ച ഒരു വ്യക്തിയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇത് ഉടമ്പടി ഉഴപ്പിയതിനു ശേഷം വളരെ ശക്തമായി പ്രാർത്ഥനയിൽ മുന്നേറാൻ സാധിക്കുകയും ഈശോയെ സ്വന്തമായി ഏറ്റെടുത്തുകൊണ്ട് ഈശോയ്ക്ക് സ്വന്തമായി സമർപ്പിക്കാൻ സാധിച്ചതിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ്. ഓരോ ഘട്ടത്തിലും പരിശുദ്ധ അമ്മ സോഫിയെ വളരെ സന്തോഷത്തോടുകൂടി കമ്മ്യൂണിക്കേഷൻ കൈമാറുന്ന രീതി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ചില കുട്ടികളോട് ഈ റിയാലിറ്റി ഷോയിൽ അവരുടെ പെർഫോമൻസിന് ശേഷം അവരുടെ ജഡ്ജസ് പറയാറുണ്ട് ഒന്നും പറയാനില്ല. അത്രയ്ക്കും നന്നായി പെർഫോം ചെയ്യുന്നവരോടാണ് ജഡ്ജസ് അങ്ങനെ പറയാറുള്ളത്. ജോസഫ് അച്ഛൻ നമ്മെ ഓർമ്മിപ്പിക്കാറുണ്ട്, നിന്നെക്കൊണ്ട് ദൈവത്തിന് എന്തുപകാരം, നിനക്ക് ഇത്രയധികം അനുഗ്രഹങ്ങൾ കിട്ടിയതുകൊണ്ട് എന്തുപകാരം എന്ന് അച്ഛൻ നമ്മോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മളെപ്പോഴും ക്രോസ് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നുണ്ട്. സോഫിക്ക് അതിനെല്ലാം ഉത്തരം നൽകാൻ സാധിക്കാവുന്ന വിധത്തിൽ ഉടമ്പടി വളരെ ശക്തമായി വളരെ കൃത്യമായി പാലിക്കാൻ സാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. പരിശുദ്ധ അമ്മയും ഈശോയുമായിട്ടുള്ള ഒരു വലിയ നല്ല കമ്മ്യൂണിക്കേഷൻ. പരിശുദ്ധ അമ്മ കൃത്യമായി എന്തൊക്കെ ചെയ്യണം, എവിടേക്ക് പോകണം, ഏതൊക്കെ എടുക്കണം, ഏതൊക്കെ എടുക്കണ്ട, വളരെ വളരെ പേഴ്സണൽ ഇൻറ്റിമസിയോടുകൂടി രണ്ടുപേരും സോഫിയും ഈശോയും പരിശുദ്ധ അമ്മയും ചേർത്ത് പിടിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു നല്ല ജീവിതാനുഭവം അവർക്ക് കാഴ്ചവെക്കുവാൻ, അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായി സാധിക്കുന്നതായി നമുക്ക് കാണാം. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ സാമീപ്യം എല്ലാ സമയങ്ങളിലും അവർക്ക് അനുഭവവേദ്യമായിരുന്നു. അത് സോഫിക്ക് ഒരു വലിയൊരു ഗിഫ്റ്റ്, എപ്പോഴും ഗിഫ്റ്റുകളുടെ ഒരു വലിയ പെരുമഴയാണ്. ഇന്ന് എൻ്റെ ആനുവൽ ഡേ ആണ്, എൻ്റെ ആനിവേഴ്സറി ആണ്, ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആണ്. ഇന്നിങ്ങനെയുള്ള എല്ലാ പ്രത്യേക ദിവസങ്ങളിലും എനിക്ക് ഗിഫ്റ്റ് അത് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഗിഫ്റ്റ് കൈമാറുകയും അതുപോലെ തന്നെ അവരിൽ നിന്ന് ഈശോയിൽ നിന്നും പരിശുദ്ധ അമ്മയിൽ നിന്നും ഗിഫ്റ്റ് മേടിക്കാനുമുള്ള ഒരു നല്ല മിടുക്ക് ഈ ഉടമ്പടിയിൽ സാധിക്കുന്നു എന്ന് സോഫിക്ക് സ്വയം തിരിച്ചറിയാൻ സാധിച്ചു. ടൈം ഷോർട്ടനിങ്ങിൻ്റെ ഒരു വലിയ അനുഭവം മകൾ പറയുകയുണ്ടായി. കാരണം 3 മൊഡ്യൂളിൽ തന്നെ വിസ അടിച്ചു മാറ്റിയതായി സോഫിയോട് പറയുന്നു. ഇതിനെല്ലാം നമ്മുടെ ആസ്തി സോഫിക്കുണ്ടായി എന്നാണ് സോഫിയുടെ സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്.
നാം എത്ര തന്നെ ജീവിതഭാരത്താലെല്ലാം ഈശോ മോളോട് തന്നെ പറയുന്നുണ്ട്, ഇനി നീ കരയണ്ട, നീ ഇത്ര മാത്രം കരഞ്ഞല്ലോ. അതിനുശേഷം ഈശോയുടെ ഒരു ഡെഡ് ബോഡിയുടെ അവസ്ഥയിലേക്ക് ചെന്ന് കണ്ടപ്പോൾ ഈശോയെ ഒരു മനുഷ്യ ശരീരം കിടക്കുന്നത് പോലുള്ള ഒരവസ്ഥയെ എത്തി നോക്കുവാനും, അത് എൻ്റെ സ്വന്തമായ ഈശോ ആണ്, ഈശോയെ സ്വന്തമാക്കാൻ സാധിക്കുമ്പോഴുള്ള ആ ഒരു ഉടമ്പടി എന്ന് പറയുന്നത് അതിലെല്ലാം തികഞ്ഞു കഴിഞ്ഞു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈശോയെ സ്വന്തമാക്കി കഴിയുമ്പോഴുള്ള ആ ഒരു ആന്തരിക വിശുദ്ധിയും ആന്തരിക സൗഭാഗ്യവും സന്തോഷവും എല്ലാം ഹബക്കൂക്ക് 3:17 ഈ മകൾ വ്യക്തമാക്കി തരികയായിരുന്നു. നമ്മുടെ എന്തെല്ലാം പൂത്തില്ലെങ്കിലും, അത്തിമരം പൂത്തില്ലെങ്കിലും, നമ്മുടെ കൈകനികൾ ഫലം ചൂടിയില്ലെങ്കിലും, എനിക്ക് യാതൊരു അനുഗ്രഹങ്ങൾ ലഭിച്ചില്ലെങ്കിലും എല്ലാം ഞാൻ കർത്താവിൽ ആനന്ദിക്കുമെന്നുള്ളൊരു വലിയ വിശ്വാസതായിരുന്നു, വലിയ ഏറ്റുപറച്ചിൽ, ക്രിസ്തു കൈമാറ്റം എല്ലാം ഈ സാക്ഷ്യത്തിൽ നമുക്ക് കാണാം. സോഫിക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ കൃപാസന താരയിൽ കുടുംബത്തോടെ അമ്മയുടെ നാമമഹത്വത്തിനായി ഞങ്ങളെ ഇവിടെ വിളിച്ചതിനെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ആദ്യമേ നന്ദി ചൊല്ലുന്നു. എൻ്റെ പേര് യൂജിൻ നിക്ലോസ്, ഭാര്യയുടെ പേര് വെർജിൻ, നിൽക്കുന്ന കുഞ്ഞുമോൻ്റെ പേര് കരോൾ വൈറ്റിവ. മൂത്ത 2 പെൺകുട്ടികളുണ്ട്. ഒരാൾ മലപ്പുറത്ത് EMS കോളേജിലും മറ്റൊരാൾ കോഴിക്കോട് ശ്രീ ആഞ്ജനേയ കോളേജിലും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഇവിടെ നിൽക്കുവാനുള്ള വലിയ ഭാഗ്യം നൽകിയ പരിശുദ്ധ അമ്മയ്ക്ക് അമ്മ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി ചൊല്ലുന്നു. ഞാൻ 2023 ജനുവരി മാസം 20-ാം തീയതി ഉടമ്പടിയെടുത്തു. ഇതെൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ഈ കൃപാസനം പരിചയപ്പെടുക എന്നുള്ളത് യൂട്യൂബിലൂടെ കൃപാസനത്തിൻ്റെ ഉടമ്പടി ശുശ്രൂഷകളൊക്കെ അച്ഛൻ്റെ ധ്യാനമൊക്കെ നേരത്തെ കേൾക്കുമായിരുന്നു. അങ്ങനെ കൃപാസനത്തിൽ വരണമെന്നുള്ള ആഗ്രഹമുണ്ടായി. അന്വേഷിച്ചപ്പോൾ എൻ്റെ ഇടവകയിൽ നിന്ന് തന്നെ, ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ്, തിരുവനന്തപുരം അതിരൂപതയിൽ സെൻറ്റ് നിക്ലോസ് ദേവാലയത്തിൽ നിന്നാണ് വരിക. അങ്ങനെ ഞാൻ ഇവിടെ വരാൻ വേണ്ടിയുള്ള അന്വേഷണങ്ങൾ നടത്തിയപ്പോൾ എൻ്റെ ഇടവകയിൽ തന്നെയുള്ള മേരി സേവ്യർ എന്നുള്ള ഒരു സഹോദരി വർഷങ്ങളായി വളരെയേറെ ഓരോ മാസവും ആയിരക്കണക്കിന് മക്കളെ ഇവിടെ കൂടെ കൊണ്ടുവന്ന് ഉടമ്പടി ധ്യാനവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഇവിടെ കൊണ്ടുവരുന്ന ആ സഹോദരിയെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. അമ്മ കാണിച്ചു തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. മുടങ്ങാതെ മാക്സിമം മാസങ്ങളിലൊക്കെ ഞാനിവിടെ എത്തും, വന്ന് നന്ദി ചൊല്ലി പ്രാർത്ഥിക്കും. ഉടമ്പടി പത്രവും അതുപോലുള്ള ഉടമ്പടി വസ്തുക്കളും വാങ്ങി പോവുകയും ചെയ്യും. ഇപ്പോൾ എനിക്ക് പറയാനുള്ള എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഒരു 9 മാസങ്ങൾക്ക് മുമ്പ് കുടുംബ പ്രാർത്ഥന ചൊല്ലുന്ന വേളയിൽ ഭാര്യ എന്നോട് പറഞ്ഞിരുന്നു, എൻ്റെ തലയൊന്ന് നോക്ക്. ഞാൻ നോക്കിയപ്പോഴേക്കും ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിൽ പകുതി മുറിച്ചാൽ കിട്ടുന്ന അതേ അളവിൽ ഒരു മുഴ ഉച്ചിയിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്നും ഞങ്ങൾ ഈ ഉടമ്പടി എടുത്ത നാൾ മുതൽ കുടുംബ പ്രാർത്ഥനാ സമയത്ത് എല്ലാവർക്കും ഞങ്ങൾ ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലുന്ന ആ വേളയിൽ നെറ്റിയിൽ തേച്ച് കൊടുക്കും. ഒപ്പം ശരീരത്തിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിൽ അവിടെയും ഇത് തേച്ച് ഉടമ്പടി തൈലം പൂശി ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ അന്ന് രാത്രി കുടുംബ പ്രാർത്ഥനാ സമയത്ത് എൻ്റെ ഭാര്യ പറഞ്ഞ ആ സമയത്ത് ഞാൻ പ്രത്യേകിച്ച് ഒരു അൾത്താര തന്നെ തയ്യാറാക്കി കൃപാസന അമ്മയുടെ രൂപം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ ഫോട്ടോയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അമ്മയുടെ മുഖത്ത് നോക്കി എന്ത് പ്രാർത്ഥിച്ചു എന്ന് എനിക്കറിയില്ല. ഒരു നിമിഷം ആ ജപമാലയുടെ സമയത്ത് അമ്മയെ നോക്കി ഉടമ്പടി തൈലം ആ തലയിലൊന്ന് കുരിശ് വരച്ചു കൊടുത്തു. പിറ്റേ ദിവസം ഇതേപോലെ ആൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപികയും കൂടിയാണ്. വൈകുന്നേരത്ത് പകലൊന്നും ചോദിക്കാൻ സാധിച്ചില്ല, ഉടമ്പടി തൈലം പൂശിക്കൊടുത്തു. 2-ാം ദിവസവും കുടുംബ പ്രാർത്ഥനാ സമയത്ത് തല കാണിക്ക് ഞാൻ ഉടമ്പടി തൈലം പൂശാമെന്ന് പറഞ്ഞുകൊണ്ട് തല ഇങ്ങനെ കുനിച്ച് തന്നതും അവിടെ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. ഈ മുഴ കണ്ട ആ രാത്രി തന്നെ ഉള്ളിലൊരു ഭയമുണ്ടായി. കാരണം നമുക്കറിയാം തലയുടെ ഭാഗങ്ങളിലൊക്കെ മുഴ വരുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതകൾ, നമ്മൾ വൈദ്യപരിശോധനയ്ക്ക് പോയി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എന്തൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടാകുമെന്നുള്ള ഒരു ഉൾഭയം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ആ ഭയത്തോടെയാണ് ഞാൻ പരിശുദ്ധ അമ്മയെ നോക്കി ഈ ഉടമ്പടി തൈലം പുരട്ടിക്കൊടുത്തതും. പിറ്റേ ദിവസവും പുരട്ടാൻ വേണ്ടി തല ഒന്ന് കുനിക്കാൻ വേണ്ടി പറഞ്ഞപ്പോഴാണ് അവിടെ ഒന്നും തന്നെ ഇല്ല, അത് അപ്രത്യക്ഷമായിരിക്കുന്നു. അതിൻ്റെ തുടർന്നുള്ള ഭാഗങ്ങൾ ഭാര്യ തന്നെ സംസാരിക്കുന്നതായിരിക്കും. തലയിൽ എപ്പോൾ ഈ മുഴ ഉണ്ടായി എന്ന് എനിക്കറിയില്ല. പക്ഷേ കുറച്ചൊന്ന് പൊങ്ങി മുടി ചീകാനായിട്ട് ചീപ്പെടുത്ത് മുടി ചീകുമ്പോഴേക്കും ആ ഭാഗത്ത്
തൊടുമ്പോൾ തന്നെ ഭയങ്കര വേദന. പിന്നെ ഞാൻ വിചാരിക്കും അത് അവിടെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ച് മുടി ചീകും. പക്ഷേ മുടി ആ ഭാഗത്ത് ഇങ്ങനെ നല്ല പൊങ്ങിയിരിക്കും. അങ്ങനെ കുറേ നാൾ കൊണ്ട് നടന്ന് ഞാൻ ഒന്നും പറഞ്ഞില്ല. എനിക്ക് വേദനയും ഉണ്ട്. അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ പറഞ്ഞു, നോക്ക് എന്നെക്കൊണ്ട് കുറച്ച് വേദനയുണ്ട്, എന്ത് പറ്റിയോ എന്തോ. അടുത്ത ദിവസമായപ്പോഴേക്കും കുളിച്ച് വന്ന് ഞാൻ മുടി ചീകിയിട്ട് വെറുതെ ചീപ്പ് വെച്ച് ഒന്ന് ചീകി ആ ഭാഗത്ത് എന്തായാലും ചീകണ്ട എന്ന് വിചാരിച്ച് മുകളിലൂടെ ഒന്ന് ചീകി വന്നപ്പോഴേക്കും ആ മൊത്തത്തിലൊരു എന്തോ ഒരു സാധനം ഇങ്ങനെ ഇളകി വരുന്ന പോലെ എനിക്ക് തോന്നി. നോക്കിയപ്പോൾ കുറച്ചൊരു കട്ടിയിലൊരു ഭാഗം ഇളകി വരികയും അവിടെ ചെറിയൊരു മുറിവ് വലിയ മുറിവല്ല, ജസ്റ്റ് ആ ഇളകി വന്ന ഭാഗത്ത് ചെറിയൊരു മുറിവ് മാത്രം ഉണ്ടായിരുന്നു. അത് പിന്നെ തൈലം ഇട്ടപ്പോഴേക്കും ഉടമ്പടി തൈലം ഇട്ട് അത് വേഗം ഉണങ്ങി പോവുകയും ചെയ്തു. അത് വന്നത് അതുപോലെ മൊത്തത്തിൽ ഇളക്കി ആരോ എടുത്തിളക്കി മാറ്റിയതുപോലെ ഒറ്റ ദിവസം കൊണ്ട് അതങ്ങ് മാറിപ്പോയി. പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയുന്നു. രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുക, ഈ നിൽക്കുന്ന മകൻ്റെ ശരീരത്തിൽ ത്വക്കിൻ്റെ ഒരു അലർജി രോഗമുണ്ട്. തല മുതൽ കാല് വരെയുണ്ട് എന്ന് പറയാം. ഒത്തിരി എനിക്ക് തോന്നുന്നു 3 പ്രാവശ്യം ഇതിൻ്റെ സ്പെഷ്യലിസ്റ്റ് ഡോക്ടറിനെ കൊണ്ട് കാണിച്ചു. അവർ തരുന്ന ഓയിൽമെൻറ്റും മറ്റു മെഡിസിനും ഒക്കെ കൊടുത്തിരുന്നു. പക്ഷേ ഉള്ളിലൊരു നിരാശ. കാരണം ഞാൻ ഉടമ്പടി എടുത്തു, പക്ഷേ എൻ്റെ മക്കൾക്ക് എന്താ പറയുക, എനിക്കെന്ത് തന്നെ അസുഖം വന്നാലും ഞാൻ ഉടമ്പടി തൈലം വളരെ വിശ്വാസത്തോടുകൂടി, അതുപോലെ എന്നും രാവിലെ കുർബാനയ്ക്ക് പോകുന്നതിന് മുമ്പ് ഉടമ്പടി ഉപ്പ് വെള്ളത്തിൽ ചാലിച്ച് ഞാൻ എന്നും കുടിക്കും. അതെൻ്റെ ആദ്യത്തെ ഭക്ഷണമാണ്. ഞാനത് നിർബന്ധമായിട്ടും കുടിച്ചിരിക്കും. അത് കുടിച്ചിട്ട് തന്നെയാണ് ദേവാലയത്തിലേക്ക് കുർബാനയ്ക്ക് പോവുകയും. അങ്ങനെ മനസ്സിലൊരു നിരാശയായിരുന്നു. ഇത്ര മരുന്ന് പോലും ഉപയോഗിച്ചിട്ടും മോൻ ഇങ്ങനെ മാറുന്നില്ലല്ലോ എന്നുള്ള. വീണ്ടും ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തു. വീണ്ടും അദ്ദേഹം മറ്റൊരു മരുന്ന് എഴുതി തന്നു. അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ ഇതുപോലെ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴേക്കും തോന്നി ഈ ഉടമ്പടി വസ്തുക്കൾ നമുക്ക് ഉപയോഗിക്കാമെന്നുള്ള. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഉള്ളം കയ്യിൽ ഇടത് കയ്യിൽ 1 നുള്ളി ഉപ്പ്, 3 തുള്ളി ഉടമ്പടി തൈലം, ഒരല്പം തേന്, ഇത് 3ഉം കൂടെ തള്ളവിരൽ കൊണ്ട് മറുകൈൻ്റെ വിരൽ കൊണ്ട് ചാലിച്ചുകൊണ്ട് ഞാനിത് മരുന്ന് പോലെ വിശ്വാസത്തോടുകൂടി ഉപയോഗിക്കുമായിരുന്നു. പ്രിയ സഹോദരങ്ങളെ, അതെല്ലാം പാടി അതെല്ലാം മാറി മകൻ്റെ ശരീരത്തിൽ ഇപ്പോൾ അതിൻ്റെ ആ വെള്ളപ്പാടുകൾ നിങ്ങൾ കാണും. ഇല്ല എങ്കിൽ നമ്മൾ മാക്സിമം നമ്മൾ പുറത്തിറക്കുമ്പോഴേക്കും ആരും കാണാതിരിക്കാൻ വേണ്ടി എന്താ പറയുക, ഫുൾ കൈയുള്ള ഷർട്ടോ ബനിയനോ ഒക്കെ ആയിരിക്കും നമ്മൾ ഇട്ട് കൊടുക്കുക. പക്ഷേ ഇന്ന് പരിശുദ്ധ അമ്മ കൃപാസനമ്മയുടെ വലിയ മധ്യസ്ഥതയിൽ ആ വലിയൊരു മുറിവ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥ മകനിൽ നിന്നും അത് മാറിക്കിട്ടി. അമ്മയ്ക്ക് എത്ര കണ്ട് നന്ദി അർപ്പിച്ചാലും മതി വരില്ല. മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറയുക, നമുക്കറിയാം ഒക്ടോബർ മാസം 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെ ലോകമാസകലം കത്തോലിക്ക സഭയിൽ ജപമാല മാസമായി ആഘോഷിക്കുകയാണ്. എൻ്റെ ഇടവകയിലും 31 ദിവസവും ഞങ്ങളുടെ കുരിശടി ചാപ്പലിൽ വെച്ച് ജപമാല ചൊല്ലി എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോഴേക്കുമായിരുന്നു ഒരാഗ്രഹം തോന്നി, 31-ാം തീയതി സമാപന ദിവസമാണ്, നല്ല രീതിക്ക് മാതാവിന് അങ്ങനെ ഒരു നല്ലൊരു ശുശ്രൂഷയുണ്ട്, അതിലേക്ക് വേണ്ടി ആ ഒരു ചാപ്പൽ നല്ല രീതിക്കൊന്ന് അലങ്കരിക്കാമെന്ന്. രാത്രി ഒരു 11:30 എനിക്ക് തോന്നുന്നു. ഇപ്പോൾ നമ്മളായിരിക്കുന്ന ഈ ആരാധനാലയത്തിൻ്റെ ഇത്രയും പൊക്കമുണ്ട് എൻ്റെ ആരാധനാലയവും. അങ്ങനെ വലിയ ഏണിയിൽ നിന്ന് ജോലി ചെയ്യുമ്പോഴേക്കും ഇലക്ട്രിക് ഷോക്ക് അടിച്ചു. ഇലക്ട്രിക് ഷോക്ക് അടിച്ചിട്ട് ഒന്ന് വിറച്ചത് മാത്രം അറിയാം. പിന്നെ എനിക്ക് തോന്നുന്നു ആ തൂണ് മുതൽ ഈ തൂണിൻ്റെ ഇത്രയും ഡിസ്റ്റൻസിൽ എടുത്തൊരു എറിഞ്ഞു എന്നെ. മാതാവേ എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ വീണത് മാത്രം അറിയാം. പക്ഷേ ഈ ബോർഡർ മുഴുവനും നമ്മുടെ ഒരു 2 അടി പൊക്കത്തിലൊരു ഫൗണ്ടേഷനുണ്ട്. ഈ ഫൗണ്ടേഷൻ്റെ വിളിമ്പെന്ന് പറയുന്നവർക്കല്ലേ നമ്മുടെ സിമൻറ്റ് ഇത് വരുന്ന ഇങ്ങനെ എന്താ പറയുന്ന വാള് പോലെ ഇരിക്കുന്ന ഭാഗമാണ്. ആ ഭാഗത്ത് അരിഞ്ഞു വന്ന് വീണു. ഞാൻ ഇത്രയും പൊക്കത്തുനിന്ന് എടുത്തെറിഞ്ഞപ്പോഴേക്കും നല്ല വീഴ്ച, എൻ്റെ നെഞ്ചോടുകൂടി എൻ്റെ ഈ ഭാഗത്ത് നല്ല വീഴ്ച കിട്ടി. അപ്പോൾ എൻ്റെ കൂടെയുള്ളവർ എടുത്ത് പൊക്കാൻ ശ്രമിച്ചിട്ടും എനിക്ക് നെഞ്ചിൻ്റെ ഈ ഭാഗം എന്തൊക്കെയോ ഉള്ളിൽ തകർന്നതുപോലുള്ളൊരു അവസ്ഥ പോലെ എനിക്ക് തോന്നി. എങ്കിലും അവിടെ ഇരുന്നു കൊണ്ട് ചാപ്പലിൽ ഇരുന്നു കൊണ്ട് മാതാവേ മാതാവേ എന്നൊരു 100 പ്രാവശ്യമെങ്കിലും ഞാൻ വിളിച്ചു, എനിക്കൊരാശ്വാസം തരണമേ എന്ന്. കാരണം രാവിലെ 5:30 മണിക്ക് ഈ ചാപ്പലിൽ വെച്ച് കുർബാനയുണ്ട്. ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഏകദേശം പകുതി ആയിട്ടുള്ളൂ. ഇനിയും പകുതി ജോലി പൂർത്തിയാക്കണം. ഇനി ഞാനല്ലാതെ അത് മറ്റൊരാൾ ചെയ്യാനുമില്ല. നെഞ്ചാണെങ്കിലോ അത്രയ്ക്കും വേദന കൊണ്ട് പൊളയുകയായിരുന്നു ഞാൻ. പക്ഷേ എങ്കിലും ഞാൻ തന്നെ വീണ്ടും പരിശുദ്ധ അമ്മയെ മുറുകെ പിടിച്ചുകൊണ്ട്, കൃപാസന അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ഈ ഏണിയിൽ ഓരോ ഏണിയിലും ഞാൻ ഓരോ സ്ഥലത്തും കയറി ഈ ജോലി പൂർത്തിയാക്കി. ഞാനൊരു 1:30 മണിയായപ്പോഴേക്കും 12:30 1 മണിയായപ്പോഴേക്കും ഞാൻ വീട്ടിലെത്തി. ഞാൻ വൈഫിനെ എഴുന്നേൽപ്പിച്ച് പറഞ്ഞു, എനിക്കിങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്, ഒന്ന് നോക്കാൻ പറഞ്ഞു. നോക്കിയപ്പോഴേക്കും വളരെയേറെ ബുദ്ധിമുട്ടാണ് ആ ഭാഗം. പക്ഷേ എങ്കിലും ഞാൻ പറഞ്ഞു, എനിക്ക് രാവിലെ 5:30 കുർബാനയ്ക്ക് പോയേ പറ്റൂ.
അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് ഉടമ്പടി തൈലം പൂശി ഞാൻ കിടന്നുറങ്ങി. രാവിലെ 5 മണിയായപ്പോഴേക്ക് എഴുന്നേറ്റ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി കുർബാനയ്ക്കും പോയി പങ്കെടുത്തു. അന്ന് ഉച്ചയ്ക്ക് ശേഷം 2 മണി മുതൽ വൈകുന്നേരം രാത്രി 11 മണി വരെ ഉള്ള എല്ലാ ശുശ്രൂഷയിലും ഇതിലെനിക്ക് ഏറ്റവും വലിയ ഭാഗ്യമെന്ന് ഞാൻ കരുതുക. 1 മണിക്കൂർ ഞാൻ ഇത്രയേറെ ആ ഒരു അനുഭവം കിട്ടിയിട്ട് ഈ ജപമാലയുടെ സമയങ്ങളിൽ എനിക്കൊരു വേദനയോ മറ്റൊന്നുമില്ല. ഞാൻ 1 മണിക്കൂർ നേരം പരിശുദ്ധ അമ്മയുടെ മുമ്പിലിരുന്ന് മുട്ടിന്മേലിരുന്ന് ജപമാല ചൊല്ലി. ഞങ്ങളുടെ ഇടവക മുഴുവനും ചുറ്റി ജപമാല റാലി ഉണ്ടായിരുന്നു. ഈ റാലിയിലും ഞാൻ എല്ലാവരെയും പോലെ നടക്കുകയായിരുന്നു. കയ്യിൽ ജപമാലയും ഏന്തി ജപമാല പഠിച്ചുകൊണ്ട് തന്നെ ഞാനൊരു വാളണ്ടിയറായിട്ട് നിന്നുകൊണ്ട് ഇതെല്ലാ പ്രവർത്തനവും ചെയ്തു. ജപമാല കഴിഞ്ഞു വന്നു. രാത്രി അന്നത്തെ 31-ാം തീയതി രാത്രി ആയപ്പോഴേക്കും വൈഫിനോട് പറഞ്ഞു, എനിക്ക് തിരിഞ്ഞ് കാണാൻ പറ്റില്ലല്ലോ എൻ്റെ ശരീരത്തിൻ്റെ അവസ്ഥ. നോക്കിയപ്പോഴേക്കും ഇടതുകാലിൻ്റെ മുട്ട് മുതൽ മുകളിൽ ചട്ടം വരെ അര വരെ ഇത് മുഴുവനും രക്തം കെട്ടുപെട്ട് കറുത്ത കളറായി കഴിഞ്ഞു ശരീരത്തിൻ്റെ അവസ്ഥ. അപ്പോഴേക്കും വൈഫ് പറഞ്ഞു, ഇനി വെച്ചുകൊണ്ടിരിക്കേണ്ട, പക്ഷേ എനിക്ക് എന്ത് തന്നെ സംഭവിച്ചാലും ശരി, ഞാൻ ആഗ്രഹിച്ചതുപോലെ പരിശുദ്ധ അമ്മ എന്നെ 31-ാം തീയതിയുള്ള ഈ ശുശ്രൂഷയ്ക്ക് എന്നെ നടത്തിച്ചു. എന്നെ അതിലേക്ക് വേണ്ടി പൂർണ്ണ ആരോഗ്യം തന്നുകൊണ്ട് 31-ാം തീയതി നടത്തി. അതിനുശേഷം ഞാനൊരു വൈദ്യശാലയിൽ അഡ്മിറ്റായി ചികിത്സ എടുത്തു. പക്ഷെ ഒന്ന് ഓർക്കുക, ഞാനിവിടെ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ഉടമ്പടി തിരിയും ഉടമ്പടി തൈലവും വിശുദ്ധ ബൈബിളുമായിട്ട് ഞാൻ വൈദ്യശാലയിൽ പോകുന്നു. എൻ്റെ പ്രാർത്ഥന പ്രഭാതത്തിൽ ഞാൻ മുടക്കിയിട്ടില്ല, ഞാൻ സന്ധ്യാപ്രാർത്ഥനയും മുടക്കിയിട്ടില്ല, ജപമാലയും മുടക്കിയിട്ടില്ല. കാരണം പരിശുദ്ധ അമ്മയോട് ഉടമ്പടി എടുത്ത് നിൽക്കുമ്പോഴേക്കും ഒരിക്കലും നമുക്കിതിന്ന് മാറി നിൽക്കാൻ പരിശുദ്ധ അമ്മ നമ്മെ അനുവദിക്കില്ല. അങ്ങനെ വളരെ പെട്ടെന്ന് എല്ലാവർക്കും, കാരണം ഞാൻ ഒരു അടി നടക്കില്ലായിരുന്നു, ഒരു സ്റ്റെപ്പ് കയറാൻ പറ്റില്ലായിരുന്നു. പക്ഷേ മരുന്ന് ഉപയോഗിച്ചുവെങ്കിലും എൻ്റെ വിശ്വാസമുണ്ട് പരിശുദ്ധ അമ്മയുടെ വലിയ മധ്യസ്ഥത, ആ ഉടമ്പടി വസ്തുക്കൾ എന്നെ വളരെയേറെ അനുഗ്രഹപ്രദമാക്കി മാറ്റി. ആ ഒരു വലിയൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ, അത് ഞാൻ ചിന്തിക്കുമ്പോഴേക്കും, ഞാൻ എപ്പോഴൊക്കെ ചിന്തിക്കുമോ പരിശുദ്ധ അമ്മയും ഈശോയും എനിക്ക് രണ്ടാമതൊരു ജനനം തന്നു എന്നുള്ളതാണ്. കാരണം ഇപ്പോഴും ഈ ചട്ടത്തിൽ വലിയ വേരോടുന്നത് പോലെ ആ ഉള്ളിൽ ചതകെട്ടി കിടപ്പുണ്ട്. പക്ഷേ എക്സ്റേ എടുത്തപ്പോഴേക്കും, നെഞ്ചിനും ഈ ചട്ടത്തിനും എക്സ്റേ എടുത്തപ്പോഴേക്കും ഒരു അസ്ഥികൾക്കോ മറ്റൊന്നിനും തന്നെയും പരിശുദ്ധ അമ്മ ഒരു കടുകിട പോലും വ്യത്യാസം വരുത്താതെ, അതായത് ഒരു മുറിവ് പോലും വരുത്താതെ പരിശുദ്ധ അമ്മ വലിയ സംരക്ഷണം നൽകി എനിക്ക് രണ്ടാമതൊരു ജനനം തന്നു. എനിക്ക് കിട്ടിയ ഈ ആഘാതം 1 ഇഞ്ച് ഒന്ന് പുറകിലോട്ട് മാറിയിരുന്നെങ്കിൽ തല 2ആയിട്ട് പോകുമായിരുന്നു. കാരണം ആ വീണ് കിട്ടിയ ഏരിയ എന്ന് പറയുന്ന വാള് പോലെ ഷാർപ്പുള്ള പ്രതലമായിരുന്നു. വാള് പോലെ ഉള്ള പ്രതലത്തിലായിരുന്നു ഞാൻ അടിച്ച് വീണത്. പക്ഷേ 1 ഇഞ്ച് മാറിയിരുന്നെങ്കിൽ, പുറകിലോട്ടായിരുന്നു പോയിരുന്നെങ്കിൽ തല 2ആയിട്ട് മാറുമായിരുന്നു. പരിശുദ്ധ അമ്മ ഈശോയും എനിക്ക് രണ്ടാമതൊരു ജനനം നൽകി, രണ്ടാമതെൻ്റെ ജീവൻ എനിക്ക് നൽകി. ഇന്നീ അൾത്താരയിൽ സാക്ഷ്യം ചൊല്ലുവാൻ വേണ്ടി വലിയൊരു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുക, ഞാൻ മാക്സിമം ഈ ഉടമ്പടി എടുത്തത് മുതൽ ഈ പരിചയപ്പെടുത്തിയ മേരി സേവ്യറിൻ്റെ വാഹനത്തിൽ തന്നെ ഞാൻ മാക്സിമം എല്ലാ മാസവും വരും. 2-3 കെട്ട് പത്രം വാങ്ങിക്കും. ഗവൺമെൻറ് ജില്ലാ ആശുപത്രികളിലും അതുപോലെ മറ്റുള്ള ഓട്ടോ സ്റ്റാൻഡിലും ബസ് സ്റ്റാൻഡിലും ഒക്കെ കൊണ്ടുപോയി, റെയിൽവേ സ്റ്റേഷനിലും യാത്ര ചെയ്യുമ്പോഴൊക്കെ കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കും. പക്ഷേ ഈ പത്രത്തിൻ്റെ ഞാൻ പോലും മനസ്സിലാക്കാത്ത ഒരു അനുഭവം എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു. ഒരു 3 മാസങ്ങൾക്ക് മുമ്പ് ഈ പത്രത്തിൻ്റെ വില എന്താണെന്നുള്ളത് അന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. നിങ്ങൾക്കറിയാം, നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയുടെ ബസ് സ്റ്റോപ്പിൽ നിന്നുകൊണ്ട് ഞാനിങ്ങനെ പത്രം കൊടുക്കുമ്പോഴേക്കും ഒരു സഹോദരൻ എനിക്ക് അവിടെ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ കൃപാസന പത്രമാണ് തരിക. അദ്ദേഹം എന്നെ വിളിച്ച് എൻ്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, ഞാൻ 2 വർഷം കൊണ്ട് കാത്തിരിക്കുകയാണ് ഈ പത്രത്തിന് വേണ്ടി. അദ്ദേഹം വിദേശത്ത് ബഹ്റിനിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അവധിക്ക് നാട്ടിൽ വന്നതായിരുന്നു. ഈ ഒരു പത്രത്തിന് വേണ്ടി 2 വർഷം ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു പത്രം എടുത്ത് നീട്ടി. അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ഒരു പത്രം കൂടെ തരാമോ എന്ന്. അങ്ങനെ അദ്ദേഹം വീണ്ടും ഒരു പത്രം മേടിച്ചു. പക്ഷേ പത്രം കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് എന്തുമാത്രം സമയം കരഞ്ഞു എന്നുള്ളതാണ്. അദ്ദേഹത്തിന് ഈ പത്രത്തിന് വേണ്ടി ഞാൻ ആവർത്തിച്ച് പറയുന്നു, നമുക്കൊക്കെ പത്രം കിട്ടുമ്പോഴേക്കും നമ്മളതിൻ്റെ വില മനസ്സിലാക്കാറില്ല. അച്ഛൻ എപ്പോഴും പറയാറുണ്ട്, ഈ പത്രം നമ്മൾ സുവിശേഷവൽക്കരണമാണ്. പരിശുദ്ധ അമ്മയെ, കൃപാസന ശുശ്രൂഷയെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്ന, ലോകത്തിന് സന്ദേശമായി നൽകുന്ന വലിയൊരു അനുഭവമായി എനിക്കത് മാറി. അങ്ങനെ ഈ പത്രം മുടങ്ങാതെ വാങ്ങി ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. കൂടാതെ കാരുണ്യ പ്രവൃത്തികളായിട്ട് അഗതി മന്ദിരത്തിന് എനിക്ക് ജോലിയില്ല. ഞാനൊരു 8 വർഷം കൊണ്ട്
നേരത്തെ വിദേശത്തായിരുന്നു. അപ്പോൾ വൈഫിൻ്റെ ഒറ്റ വരുമാനം കൊണ്ട് ജീവിതം മുന്നോട്ട് പോകുന്നുണ്ട്. കുടുംബം മക്കളെ പഠിപ്പിച്ചു അങ്ങനെയൊക്കെ പോകുന്നു. എങ്കിലും സന്തോഷമായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഒരു അംശം മാറ്റി വെച്ചുകൊണ്ട് അഗതി മന്ദിരങ്ങൾക്കും അതുപോലെ മറ്റുള്ള രോഗികൾക്കൊക്കെ ഇങ്ങനെ വീട്ടിൽ വരുന്നവർക്കും അല്ലാതെ കാണുന്നവർക്കും നമ്മൾ കൊടുക്കുന്നുണ്ട്. സന്തോഷമായി മുന്നോട്ട് പോകുന്നു. പിന്നെ ആത്മീയ ജീവിതത്തിൽ കുമ്പസാരിക്കുന്നു. 2 ആഴ്ച കൂടുമ്പോഴും അഥവാ എവിടെയെങ്കിലും യാത്രയോ അങ്ങനെ എന്തെങ്കിലും മാറി വരുമ്പോഴേക്കും അഥവാ വികാരിയച്ഛനില്ല എങ്കിലോ ഒരു 3 ആഴ്ചയിൽ ആ ഉള്ളിനകത്ത് ആ ഡേറ്റിനുള്ളിൽ വെച്ച് കുമ്പസാരിക്കുകയും മുടങ്ങാതെ പരിശുദ്ധ കുർബാന ഈ ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്ന ആ പീരീഡിൽ മാത്രം എനിക്ക് കുർബാനയ്ക്ക് പോകാൻ സാധിച്ചില്ല. അല്ലാത്ത സമയങ്ങളിലെല്ലാം ഞാൻ കുർബാനയ്ക്ക് പങ്കെടുക്കും. വിശുദ്ധിയോടുകൂടി ജീവിക്കുക. കാരണം നമുക്ക് ഈ ഉടമ്പടി ജീവിതമാണ് ഏറ്റവും കൂടുതൽ വിശുദ്ധിയോടുകൂടി ജീവിക്കുവാൻ നമ്മെ പഠിപ്പിക്കുന്നത്. അപ്രകാരം ചെയ്യാൻ വീണ്ടും ആഗ്രഹിക്കുന്നു. അതുകൂടാതെ മറ്റുള്ളവരോട് പരിശുദ്ധ അമ്മ വഴി എന്നിലും എൻ്റെ കുടുംബത്തിലും ലഭിച്ചിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും, ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാവരെയും പറഞ്ഞുകൊണ്ട് അവരോടും കൊണ്ടുവരാറുണ്ട്. ഇടയ്ക്ക് ഞാൻ ചികിത്സ നേടിയ ഹോസ്പിറ്റലിലെ ഒരു സംഭവം കൂടി പറയാം. അവിടുത്തെ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഭാര്യാഭർത്താക്കന്മാരാണ്. 2 പേരും പരസ്പരം അടുപ്പത്തിലല്ല, മാനസികമായിട്ട് അകലത്തിലാണ്. പക്ഷേ ഞാൻ പരിശോധിക്കാൻ പോയ വേളയിൽ കൃപാസന അമ്മയെക്കുറിച്ച് ഞാൻ വ്യക്തമായി പറഞ്ഞു. വളരെ ആഗ്രഹത്തോടു കൂടി തീഷ്ണതയോടുകൂടി ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലേഡി ഡോക്ടർ സ്വീകരിച്ചു. ഞാൻ ഉടമ്പടി ഉപ്പും ഉടമ്പടി തേനും പത്രവും കൊടുത്തു. അദ്ദേഹം സന്തോഷത്തോടുകൂടി പറഞ്ഞു. വീണ്ടും ചെക്കപ്പിന് പോയപ്പോൾ എന്നോട് പറയായിരുന്നു, യൂജിൻ ഇപ്പം വളരെ ശാന്തതയുണ്ട്, എൻ്റെ ഡോക്ടർ എന്നോട് നല്ല രീതിക്കാണ് സഹകരിക്കുന്നതെന്നുള്ള ആ വലിയൊരു സന്തോഷം എനിക്ക് ഈ അവസരത്തിൽ ഞാൻ പറയുന്നു. ഒപ്പം ഇന്ന് ഈ സാക്ഷ്യം ചൊല്ലുവാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും ഞങ്ങളുടെ കുടുംബജീവിതത്തിൽ ഇന്ന് സന്തോഷത്തിൻ്റെ ദിവസമാണ്. പക്ഷേ ആ സന്തോഷം ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾ കണക്ക് കൂട്ടിയതൊന്നുമല്ല ഈ ദിവസം എന്നുള്ളത്. ഇന്ന് ഞങ്ങളുടെ 23ാം വിവാഹ വാർഷികമാണ്. പരിശുദ്ധ അമ്മയുടെ മുമ്പിൽ, കൃപാസന അമ്മയുടെ മുമ്പിൽ ഇന്ന് ഈ അനുഭവ സാക്ഷ്യം, കാരണം ഒത്തിരി നാളുകൊണ്ട് ഞാൻ ആഗ്രഹിച്ചതാണ് ഈ സാക്ഷ്യം ചൊല്ലുവാൻ വേണ്ടി. പക്ഷേ വൈഫിൻ്റെ ജോലിപരമായ അങ്ങനെയുള്ള സാഹചര്യം കൊണ്ട് അത് മുടങ്ങിപ്പോയി. പക്ഷേ വലിയൊരു നിമിത്തമായിട്ട് ഇന്ന് കുടുംബത്തോടൊപ്പം വന്ന് സാക്ഷ്യം ചൊല്ലുവാൻ പരിശുദ്ധ അമ്മ അനുവദിച്ചു. പരിശുദ്ധ അമ്മയും ഈശോയും ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ സാക്ഷ്യം അവസാനിപ്പിക്കുന്നു. വീണ്ടും ഉടമ്പടി ജീവിതത്തിൽ ദൈവം ആയുസ് വരുന്ന കാലത്തോളം ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുക എന്നുള്ള വലിയ ആഗ്രഹവും വലിയ സമർപ്പണവും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിൽ സമർപ്പിക്കുന്നു. നന്ദി. അങ്ങ് എനിക്ക് രക്ഷയുടെ പരിചയം നൽകി. അവിടുത്തെ വലതുകൈ എന്നെ താങ്ങി നിർത്തി. അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. സങ്കീർത്തനം 18:35 വചനമാണ്. ദൈവത്തിൻ്റെ സ്നേഹവും രക്ഷാപരമായ സംരക്ഷണവും ദൈവത്തിൻ്റെ വാത്സല്യവുമാണ് നാം ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അവിടുത്തെ വലതുകൈ നമ്മെ താങ്ങി നിർത്തുന്ന വലതുകൈയാണ്. പരിശുദ്ധ അമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കുന്നത്. ആ സാക്ഷ്യത്തിൻ്റെ ഒരു വലിയ ഉടമ്പടി സാക്ഷ്യമാണ് യൂജിൻ നിക്കോളസ് എന്ന മകൻ നമ്മളോട് ഷെയർ ചെയ്തത്. ഈ മകൻ പറഞ്ഞ രോഗസൗഖ്യം, തലയിലെ ഒരു മുഴ കുറേ നാളുണ്ടായിരുന്നു. ഉടമ്പടി തൈലം തേച്ചപ്പോൾ പ്രാർത്ഥിച്ചപ്പോഴാണ് ഈശോയും പരിശുദ്ധ അമ്മയും ഈ മകൾക്കൊരു പെട്ടെന്നുള്ള സമയച്ചുരുക്കത്തിൻ്റെ അമ്മയാണ്. ആ അമ്മയോടാണ് പ്രാർത്ഥിച്ച് ഈ തൈലം തേച്ചത്. പെട്ടെന്ന് ഒരു ദിവസത്തിനകം ഈ മകൾക്ക് ആ രോഗത്തിൽ നിന്ന് സൗഖ്യം ലഭിക്കുകയാണ്. പിന്നെ ഉണ്ടായിരുന്ന ഇളയ മകൻ്റെ അലർജിയാണ്. 3 വർഷത്തോളം നീണ്ടു നിന്ന അലർജി. വീണ്ടും ഇവർ പ്രാർത്ഥനയോടെ ഉടമ്പടി വസ്തുക്കളാണ് ഉപയോഗിച്ചത്. ആ ഉപയോഗത്തിലൂടെയാണ് ഈ അലർജിയിൽ നിന്നും ഈ രോഗസൗഖ്യം ലഭിച്ചത്. പിന്നെ ഉണ്ടായിരുന്ന മാതാവിൻ്റെ സംരക്ഷണമാണ്. ഈശോയും അമ്മയും താങ്ങി നിർത്തുന്ന പോലെയാണ്. ഒരു വലിയ ഹൈറ്റുള്ള സ്ഥലത്തു നിന്നും ഒരു വ്യക്തി വീഴുമ്പോൾ പിന്നീട് അന്ന് ഒക്ടോബർ 31 എല്ലാ പ്രാർത്ഥനകളിലും പങ്കുചേരാനും എല്ലാം ജപമാലയിൽ പങ്കുചേരാനും പ്രാർത്ഥിക്കാനും എല്ലാവിധ കോപ്പറേഷൻ എല്ലാ സഹകരണത്തോടു കൂടി അന്നത്തെ ജോലി തീർക്കുവാനും ഈ മകന് സാധിച്ചു. നമ്മൾ എത്ര ബുദ്ധിമുട്ടിയാലും എത്ര സങ്കടത്തിൽ കൂടെ കടന്നു പോയാലും എത്ര കഷ്ടതയിൽ കൂടി പോയാലും ഈശോയുടെയും അമ്മയുടെയും വലത് കരം നമ്മുടെ കൂടെയുണ്ട്. നമ്മളെ ആ വലത് കരങ്ങളാണ് നമ്മളെ ഓരോ സന്ദർഭത്തിലും സാഹചര്യത്തിലും നമ്മളെ താങ്ങി നിർത്തുന്നത്. അമ്മയുടെ വാത്സല്യമാണ്. നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ ബുദ്ധിമുട്ടുകളിലും അമ്മയുടെ അടുത്ത് വന്ന് കരയുമ്പോൾ, നമ്മുടെ കണ്ണുനീർ കാണുമ്പോൾ ഈ അമ്മയാണ് വാത്സല്യത്തോടെ നമ്മുടെ ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം തൻ്റെ പുത്രൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഈ ആലയത്തിൽ വരുന്ന നമ്മൾ ഓരോരുത്തരും ഓർക്കുക, ഈ ആലയത്തിൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഒരമ്മയാണ് നമുക്കുള്ളത്. ആ അമ്മയോട് നമ്മുടെ ഹൃദയം തുറന്ന് നമ്മുടെ എല്ലാ സങ്കടങ്ങളും ദുഃഖങ്ങളും ആ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കാം. ഈ അമ്മ നമുക്ക് വിശ്വസിക്കാവുന്ന
നമ്മളെ വാത്സല്യത്തോടെ സ്നേഹിക്കുന്ന ഒരമ്മയാണ്. ആ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മുടെ കഷ്ടങ്ങളും ദുഃഖങ്ങളും നമുക്ക് സമർപ്പിക്കാം. അമ്മ നമ്മുടെ കൂടെയുണ്ട്. അമ്മയാണ് നമ്മളെ താങ്ങുന്നത്. അമ്മയും ഈശോയും നമ്മുടെ കൂടെയുള്ളപ്പോൾ നമുക്കൊന്നും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ കൃപയ്ക്കും അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട്